തൃശൂർ പൂരനഗരിയെ സജീവമാക്കി ചെറുപൂരങ്ങൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. നഗരത്തിലെത്തുന്ന ആദ്യ പൂരക്കാഴ്ച കണിമംഗലം ശാസ്താവിന്റേതാണ്. കണിമംഗലം ശാസ്താവ് വടക്കുന്നാഥനെ വണങ്ങി മടങ്ങിക്കഴിഞ്ഞു. രാവിലെ 6:30യോടെയാണ് കണിമംഗലം ശാസ്താവ് തെക്കേ ഗോപുരം വഴി അകത്തേക്ക് കടന്ന് വടക്കുന്നാഥനെ വന്ദിച്ച് അതിനുശേഷം മേളമൊക്കെ കഴിഞ്ഞിപ്പോൾ തിരികെ കണിമംഗലത്തേക്ക് മടങ്ങിയിരിക്കുന്നത്. ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ വടക്കുന്നാഥ സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീജിത്തും CV അനുമോദും നമ്മളോടൊപ്പം തൃശൂർ പൂരനഗരിയിൽ നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, അനുമോദ്, ഈ ഓരോ സമയത്ത് ഓരോന്ന് കാണാൻ കാത്തിരിക്കാറുണ്ട്. അതുപോലെ തൃശൂർക്കാർ ഇപ്പോൾ ഏറ്റവും അധികം കാത്തിരിക്കുന്നത് തിടമ്പേറ്റിയുള്ള തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രന്റെ ആ വരവിനായാണ്. ആ മനോഹരമായ കാഴ്ചയുടെ സമയമാണിപ്പോ. അവിടെ രാമൻ ഫാൻസ് ഒക്കെ നിരന്നു കഴിഞ്ഞോ? രാമൻ ഫാൻസ് എത്തിയിരിക്കുന്നു ശ്രീജ. വലിയ ഒരു രോമാഞ്ചമുണ്ടാക്കുന്ന കാഴ്ച തന്നെയാണ് രാമന്റെ വരവ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മൾ ഈ വരുന്നു 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 എന്ന് പറഞ്ഞ ശേഷം എത്തുന്ന ഒരു ആവേശമുണ്ടല്ലോ അനുമതി, അല്ലേ? പിന്നെ ഇവിടെ നിൽക്കുന്നതില് ഏകദേശം എല്ലാവരും രാമനെ കാണാൻ വേണ്ടി മാത്രം നിൽക്കുന്നവരാണ്. അല്ല ചേട്ടാ, രാമനെ കാണാൻ നിൽക്കല്ലേ? അതെ, കൊല്ലം കൊട്ടാരക്കര. ഈ സാധാരണ വരാറുണ്ടോ? ഓ, ഇത് രണ്ടാമത്തെയാണ്. എന്താണ് ഇത്തവണത്തെ ഒരു വലിയ രാമന് പുറമെ വേറെ എന്തെങ്കിലും? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. രാമൻ തന്നെയാണ് നമ്മുടെ എല്ലാം. നമ്മൾ രാമൻ ഫാൻസ് അസോസിയേഷനാണ്. നല്ല നമ്മൾ പൂരം കാണുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് രാമനാണല്ലോ. രാമനാണ്. രാമന്റെ എല്ലാ പൂരത്തിനും പറ്റുന്നിടത്തൊക്കെ പോകുമോ? ഓ, പോയിട്ടുണ്ട്. ആറാട്ടുപുഴ പൂരത്തിന് പോയിട്ടുണ്ട്. നമ്മുടെ അടുത്ത ക്ഷേത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കലഞ്ചൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. കാണാൻ പോകും. രാമൻ ഇവിടെ എന്തെങ്കിലും നിൽക്കാറാണ്. ഇവിടെ വടക്കുന്നാഥിന്റെ അടുത്ത് എത്തിയെന്നാണ് അറിയാൻ പറ്റുന്നത്. കുറച്ച് സമയം കൂടി അരമണിക്കൂറിനുള്ള ഇവിടെ എത്തുന്നതാണ് പറഞ്ഞേക്കുന്നത്. അനുമതി, പാറമേക്കാവിന്റെ മുന്നിൽ നിന്ന് രാമൻ ഇങ്ങനെ വടക്കുന്നാഥനെ വലം വെക്കാനായി ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ. അതായത് ചില പ്രത്യേകതകൾ കൂടി മനസ്സിലാക്കുന്നുണ്ട്. അതായത് രാമൻ ഉൾപ്പെടെയുള്ള ചെമ്പൂക്കാവ് ഭഗവതി 3-അംഗ സംഘമാണ്, ആനകളുടെ സംഘമാണുള്ളത്. അവരെത്തുന്നു. ഇതിനുള്ളിലൊരു മേളമുണ്ട്, പഞ്ചവാദ്യമുണ്ട്. പഞ്ചവാദ്യം അവിടെ കൊട്ടി അവസാനിപ്പിച്ച ശേഷം നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ തെക്കേ ഗോപുര നടവഴി പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് ഇറങ്ങുന്ന പക്ഷെ പാണ്ഡിമേളത്തിന്റെ അകമ്പടി എന്തൊക്കെ വ്യത്യാസങ്ങളും വൈവിധ്യങ്ങളും
ഓരോ ക്ഷേത്രത്തിന്റെയും ആചാരത്തിലും അനുഷ്ഠാനത്തിലും ഒക്കെ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോ ഒരു ക്ഷേത്രത്തിന് ഇത്ര ആനയെ പാടൂ, ഏറ്റവും അധികം 15 ആനകൾ മാത്രമേ പരമാവധി പാടൂ. അത് പാറമേക്കാവിന് തിരുവമ്പാടിക്കും മാത്രം. ബാക്കിയുള്ളവർക്ക് അതിന് താഴെ മാത്രം. രാവിലെ കണിമംഗലം വന്നത് 9 ആനയായിട്ടാണ്. അത് കണിമംഗലത്ത് നിന്ന് ഒരാനപ്പുറത്ത് വന്ന് ഇവിടെ എത്തുമ്പോൾ അത് 5 ആനയാവുന്ന റൗണ്ടിലെത്തുമ്പോൾ പിന്നീട് സന്നിധാനത്ത് ഇവിടെ വടക്കുന്നാഥന്റെ സന്നിധാനത്തേക്ക് എത്തുമ്പോഴേക്കും 9 ആനയാകുന്നു. വേറെ പ്രത്യേകം ശ്രദ്ധിച്ചത് ഈ ചെമ്പുക്കാവ് ഭഗവതി ഇവിടെ ഇറങ്ങി വന്ന ഒരു മേളം ഉണ്ടല്ലോ, പാണ്ടിയുടെ അകമ്പടിയോടെ ഈ തെക്കേ ഗോപുര നടയിൽ ഒരു മേളം ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ മറ്റ് 2 ആനകൾ മടങ്ങിപ്പോവാണ്. ഒരു ആന മാത്രം തിടമ്പേറ്റി ഒരു ആന മാത്രം ഉള്ളിലേക്ക് കയറിയാണ് പിന്നെയാണ് വടക്കുന്നാഥനെ വലം വെച്ച ശേഷം അതും തെക്കോട്ടിറങ്ങിയല്ല പോകുന്നത്, പിന്നെ കിഴക്കേ ഗോപുരം. ഇതൊക്കെ സത്യത്തില് ഇത്രയും വൈവിധ്യമാർന്ന ഈ ചിത്തവട്ടങ്ങള് പെട്ടെന്നൊരാൾക്ക് കാണുമ്പോ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയും. അത് ഈ രാത്രി എഴുന്നള്ളത്തിലും പ്രത്യേകത ഈ കിഴക്കേ ഗോപുരത്തിൽ കൂടി കയറി പടിഞ്ഞാറേ ഗോപുരത്തിൽ കൂടെ ഇറങ്ങി പോകുന്നത്. ഈ എനിക്ക് തോന്നി ഓരോന്നിനും ചിട്ടവട്ടങ്ങൾ ഇത്ര അധികം. ഇതിന്റെ ഒരു ഐതിഹ്യം നമ്മൾ കേട്ടതെന്ന് വെച്ചാൽ 1796 അതുവരെ ആറാട്ടുപുഴ പൂരം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പൂരം കുറെ കാലം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. ഇപ്പൊ തൃശ്ശൂരിലെ ചില ക്ഷേത്രത്തിലുള്ളവർക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല മഴ കാരണം. തുടർന്ന് ശക്തൻ തമ്പുരാൻ അദ്ദേഹത്തിന്റെ നിഷ്കർഷയിൽ ചിട്ടപ്പെടുത്തിയാണ് തൃശ്ശൂർ പൂരം. അപ്പൊ 229 വർഷമായി എന്നാണ് പറയുന്നത്. ചില വർഷങ്ങളൊക്കെ മാറ്റി നിർത്തുന്നുണ്ട്. പക്ഷെ ഇത്രയും വർഷം ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും അണുവിട തെറ്റാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോഴും ഒരു ദേവസ്വത്തിനും ഒരു സംഘത്തിനും ആ മാറ്റാൻ കഴിയില്ല. ഇത്ര ആനയെ പാടൂ, ഇത്ര ആനയെ പാടൂ, ഇന്ന വാദ്യ പാടൂ, ഇന്ന വാദ്യ പാടൂ. അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. ഇവിടെ കുറെ അമ്മമാരൊക്കെ ഇരിപ്പുണ്ട്. ഒരു ക്ഷീണിച്ചിരിക്കുകയാണോ? ക്ഷീണിച്ചോ? എവിടെ വന്നേ? ഞാൻ എറണാകുളത്തുനിന്ന് പൂരം കാണാൻ വന്നോ? ഒറ്റയ്ക്കാണോ? ഇപ്പൊ കൂട്ടുകാരെ ഇവിടെ ബസ്സിൽ വെച്ചിട്ട് ഇവിടുന്ന് ബസ്സിന്ന് കണ്ടു പരിചയപ്പെട്ടു. കണ്ട പരിചയം. എന്താ പൂരം കാണാൻ വരണം തോന്നി? അത് എല്ലാ കൊല്ലം വരാറുണ്ട് ഞാൻ. എറണാകുളത്ത് എവിടെയാ? എറണാകുളത്ത് തമ്മനത്ത്. പുതിയ കൂട്ടുകാരിയെ കിട്ടിയോ ചേച്ചി? എവിടെയാ കൂട്ടുകാരെ കിട്ടിയ? അങ്കമാലി. പരിചയപ്പെട്ടു. ബസ്സിൽ നിന്ന് കിട്ടിയ ചേച്ചിയാ. എല്ലാവരും പൂരം കാണാനുള്ള അതെ അതെ പൂരം കാണാനുള്ള ഒരൊറ്റ യാത്ര അല്ലേ? അതെ അതെ. എന്താണ് ഇത്തവണത്തെ പൂരത്തിന്റെ ഏറ്റവും വലിയൊരു ആകർഷണം? രാമൻ രാമൻ ഫാൻസ്. അതെ അതെ, കട്ട വെയിറ്റിംഗ്. രാമൻ വടക്കുന്നാഥ്. അതെ അതെ, ഇവിടെ അതുകൊണ്ട് ആദ്യം തന്നെ സീറ്റ് പിടിച്ചതാ. ഏറ്റവും പ്രധാനപ്പെട്ട ഇത് ഭയങ്കര അത്ഭുതം അല്ലേ അനുമോദെ? ശ്രീജിത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മള് കൊല്ലത്തെ ഫാൻസിനെ അല്ലെ, കൊല്ലത്തുനിന്നുള്ള ഫാൻസിനെ കണ്ടു, എറണാകുളത്തു നിന്നുള്ള ഫാൻസിനെ കണ്ടു. ഇത് ഭയങ്കര അത്ഭുതമായി തോന്നുന്നു. കാരണം പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് ഈ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ഏരിയയിലാണ് ഈ ആനപ്രാന്തന്മാരുള്ളതെന്ന് പൊതുവെ ഒരു ചീത്തപ്പേര്. ഇത് പക്ഷെ ഓൾ കേരള രാമൻ ഫാൻസ് അസോസിയേഷന്റെ മീറ്റും കൂടി. പാലക്കാട് ഒരു മോശമില്ല, ഞങ്ങളൊക്കെ ആനയുടെ ഇടയിൽ കൂടെ നടന്ന നമുക്ക് ഒപ്പം നിൽക്കുന്നവരൊക്കെ. ഇതൊക്കെ എവിടെ നിന്നാ വരുന്നത് നിങ്ങളൊക്കെ? രാമനെ കാണാനാണോ? ഒരു മിനിറ്റ്. രാമൻ എവിടുന്നാ? ചെറൂര്. തൃശ്ശൂരുകാരനാ. രാവിലെ കണ്ടോ? കൂടെ കൂടിയോ? അതോ ഇവിടേക്ക് ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരം ഒരു 7:45 ഇപ്പൊ ഇവിടെ എത്തിണ്ടായിരുന്നു. എന്താണ് മറ്റ് പൂരങ്ങളൊക്കെ അതായത് ഈ മറ്റ് ഘടകപൂരങ്ങളോ അങ്ങനെ ഏതെങ്കിലും വേറെ ആനകളോ അങ്ങനെ വല്ലതും ഉണ്ടോ നിങ്ങളുടെ? മെയിനായിട്ട് രാമനെ കാണാനാണ് വന്നേക്കണേ. അപ്പൊ കൊറേ നേരം കഴിഞ്ഞിപ്പോ വെയിറ്റ് ചെയ്യണു. 9 മണിക്ക് എത്തുന്നാണ്. ഉള്ളിൽ കയറിയിട്ടുണ്ട്, വൈകാതെ വരും. അവിടെ ഒരു മേളം കഴിഞ്ഞിട്ട് ഇറങ്ങി. എല്ലാവർക്കും ഈ തെക്കോട്ട് ഈ ഗോപുരനട തുറന്ന് രാമൻ ഇറങ്ങുന്നത് കാണാൻ കഴിയാത്തതിന്റെ നിരാശ ഇന്ന് രാമൻ വരുമ്പോ കാണാൻ കഴിയുന്ന സത്യമായിട്ടും അത് ഇന്നലെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു ആ സംഭവം. രാമനാണല്ലോ എല്ലാം തുടങ്ങി വെച്ചത്. ഇങ്ങനെ ആൾക്കാരായിട്ട് കൂടലും അതുവരെ കുറച്ച് പേര് വന്ന് അത് ചെയ്തിട്ട് പോകുന്നു. അങ്ങനെ ഒരു ഇതായിരുന്നു. രാമനായി തുടങ്ങിയപ്പോ ആൾക്കാര് കൂടുന്നു. 1-ാം പൂരാക്കി. എന്തൊരു ഭയങ്കര വൈകാരികമായ സംഭവമാണ് അനുമതി. കാരണം ഈ ഒരു ആന വന്ന് ഒരു പൂരത്തിന് കൊടുക്കുന്ന ഒരു ഗമ, അല്ലെങ്കിൽ പറയാൻ പാടില്ല. രാമനൊക്കെ രാജാവെന്ന് വരെ വിളിക്കുന്നവരുണ്ട് എന്നുള്ളതാണ്. എന്തായാലും രാമനെയാണ് ആനയെന്ന് വിളിക്കുന്നത്. അതായത് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പൊ ഇനി അവിടെ ഒരു മേളമുണ്ട്, അവിടെ പഞ്ചവാദ്യമാണ് അല്ലെ. പഞ്ചവാദ്യം കഴിഞ്ഞ ശേഷം പുറത്തേക്ക് ഇറങ്ങി വരും. ഇവിടെ ഇങ്ങനെ ആളുകൾ നല്ല ചൂടുണ്ട് തോന്നുന്നു അല്ലെ. ഇന്നലെ രാവിലെ ഒരു നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു ആ ഭാഗത്ത്. എല്ലാവരുടെയും കയ്യിൽ വീശറി കാണാം. നല്ല ചൂടാണോ? രാവിലെ ഒരു 9 മണി ആയിട്ടുള്ളൂ. നല്ല ചൂട് ഇപ്പൊ തന്നെ തുടങ്ങിയോ?
നല്ല മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ കാറ്റ് ഒട്ടും തന്നെ ഇല്ല. പിന്നെ പൂരത്തിന്റെ ഒരു പുഴുക്കമുണ്ട്. ആളുകൾ അതെ, ആ വാക്കാണ് correct. പൂരത്തിന്റെ പുഴുക്കം സ്വാഭാവികമായിട്ടും വല്ലാതെ വരും. അപ്പോ പുഴുക്കം എന്നാണ് പറയും. അപ്പൊ അത് സ്വാഭാവികമായിട്ട് ഇനിയുള്ള മണിക്കൂറുകളിൽ നമ്മളെ എങ്ങനെ ചുട്ടുപൊള്ളിക്കും, വേർത്ത് കുളിപ്പിക്കും. ഇപ്പൊ വൈകുന്നേരം ഈ ഉച്ചയ്ക്കുള്ള എലഞ്ഞിത്തറമേളം, മടത്തിലൊരു പഞ്ചവാദ്യം, ഇതെല്ലാം കഴിഞ്ഞ് കുടമാറ്റവും കഴിഞ്ഞ് നമ്മൾ ശ്വാസം വിടാനാവുമ്പോഴാണ് നമുക്കിതിന്റെ ഒരു ആശ്വാസം കിട്ടുക എന്ന് തന്നെ പറയാം. കാരണം എനിക്ക് തോന്നി ഈ ഒരു ആളുകളെ ഈ ചൂടൊന്നും യഥാർത്ഥത്തിൽ അനുമോദം ഒരു വലിയ പ്രശ്നമല്ലാതായി മാറുന്നൊരു സമയം കൂടിയുണ്ടല്ലേ. കാരണം ഇന്നലെ നമ്മൾ ആ 2 വനിതകളുണ്ടല്ലോ, അശ്വതിയും അർച്ചന, അവരോടൊക്കെ സംസാരിച്ചപ്പോഴേ അവർക്ക് ഈ ക്ഷീണമൊന്നും മനസ്സിന്റെ ചിന്തയിൽ വരില്ല. അതുകൊണ്ട് ഈ പൂരപ്പറമ്പിൽ നിൽക്കുമ്പോൾ ഈ ചൂടൊരു ചിന്തയായി വരില്ല എന്നുള്ളതാണ് ഈ സ്ഥിരം. നാളെ നന്ദേട്ടമുണ്ട്, നന്ദേട്ടൻ ഫാൻസിനൊപ്പം ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. എന്നിട്ട് ഒരു സെക്കൻഡ് നമ്മളോട് എങ്ങനെയുണ്ട്? എടുത്തോളിക്കാം. പൂരം ഗംഭീരാണല്ലോ. അതെ, പൂരം ഇന്നലെ ക്ലൗഡ് ഗംഭീരമായിരുന്നു. ഇന്നിപ്പോ ക്ലൗഡൊക്കെ പോയി പ്രൗഢ ഗംഭീരവും ക്രൗഡ് ഗംഭീരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പൂരം. വേർത്തിട്ടുണ്ട്. നടന്ന് വേർത്ത പൂരത്തിൽ മുമ്പ് വേർക്കണം. അതായത് നീ വേർക്കും പറയില്ലേ, അതായത് ഇലക്ഷൻ മത്സരം നീ വേർക്കും. പൂരം തൃശ്ശൂർ പൂരം കണ്ടു വേർക്കണം, അല്ലെങ്കിൽ കാണുന്ന പൂരം ഈ പൂരം കാണാം. അപ്പൊ വരാൻ പറ്റാത്തവർക്ക് നിവൃത്തിയില്ല. പൂരം തൊട്ടറിയണമെങ്കിൽ പൂരം എന്ന് പറഞ്ഞാൽ എന്താ, ആനകളും മേളക്കാരും മനുഷ്യരും മൃഗങ്ങളും അതുപോലെ തന്നെ തട്ടിയും മുട്ടിയും നടക്കണത് ആണ് എന്ത് തൃശ്ശൂർ പൂരം. തട്ടിമുട്ടിയും നടക്കുക. അപ്പൊ ചട്ടിയും കലാപോ തട്ടിമുട്ടിന്ന് പറയും, തട്ടിമുട്ടി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ മുട്ടലും തട്ടലും വേണമെങ്കിൽ ഇവിടെ വരണം. മാത്രമല്ല ഇനി വരാൻ തൃശ്ശൂർ പൂരം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നഗരം വികസിക്കുന്നില്ല. അതിന്റെ സ്പേസ്, നഗരം വികസനം ഉണ്ട്, ആ വികസനമല്ല ഞാൻ പറയാം, സ്പേസ് വികസിക്കുന്നില്ല. പക്ഷെ അവിടെ ആരാണ് വരുന്ന ആളുകളുടെ എണ്ണം കൂടുക, വെടിക്കെട്ടിന്റെ എന്താ പറയുക അതിന്റെ ശബ്ദത്തിന്റെ ഇത് കൂടുക. അങ്ങനെ വരുമ്പോൾ ഇത്തരം ആളുകളെയും ഈ ആനകളെയും മേളക്കാരെയും കാഴികളെയും ഒക്കെ എങ്ങനെ അപകടം കൂടാതെ ഈ നഗരത്തിന് ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളതാണ് പൂരം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അത് എന്തായാലും ശരി, പൂരത്തെ സംബന്ധിച്ച് ഈ തൊട്ടറിയല് ആണ് യഥാർത്ഥത്തിൽ അതിന്റെ പ്രധാനം. അപ്പൊ പറ്റാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം, വീട്ടിൽ നിന്ന് പൂരം അങ്ങനെയല്ലേ പറ്റുള്ളൂ. പൂരത്തിന് വരാൻ കഴിയാത്ത ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾക്കാർ, ചെറിയ കുട്ടികള്, അപ്പൊ അതൊക്കെ വലിയ പ്രശ്നമായിട്ട് മാറും. ഇനിയിപ്പോ പൂരത്തെ സംബന്ധിച്ച് കുറെ പുതിയ കാര്യങ്ങൾ വരാൻ പോകുന്നത് പൂരത്തിന്റെ പുരുഷാരം എന്നൊരു ശബ്ദമുണ്ട് പണ്ട്. അതിൽ ആൺകോയ്മ മണക്കുണ്ടെന്നാണ് ഇപ്പോ സ്ത്രീകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പൂരത്തിന്റെ പെണ്ണാരം അല്ലെങ്കിൽ പൂരത്തിന്റെ വനിതാരം എന്നാക്കാലോ. കുറെ കഴിയുമ്പോ പൂരത്തിന്റെ ട്രാൻസ്ജെൻഡർ ആരം അവരുടെ സംഖ്യ കൊടുത്ത് അത് വേണം. എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട്. ബ്രഹ്മരീതി ബ്രഹ്മ വളരുന്ന കുറെ സ്ത്രീകൾ കൂടുതലായി കാണുന്നുണ്ട് അല്ലെ ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്. അല്ല, കാണുന്നത് മാത്രമല്ല അവര് വാദ്യത്തിലേക്ക് കൊട്ടാൻ. ഇപ്പൊ 2 സ്ത്രീകൾ കൊട്ടാൻ വന്നത് മുന്നോട്ട് വന്നിട്ടുണ്ട്. സ്ത്രീകള് ശിങ്കരിമള കൊട്ടുന്നത് സാധാരണയായി കഴിഞ്ഞു, കഥകളി ചെണ്ട കൊട്ടുന്നത് സാധാരണയായി കഴിഞ്ഞു. ഇനി സ്ത്രീകൾ പ്രവേശിക്കാൻ പൂരത്തിൽ ഇതേവരെ വല്ലയിടത്തും പ്രവേശിച്ചിട്ടുണ്ടോ എന്ന് എന്റെ അറിവിൽ പെട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ അതെന്താണ്, ആനപ്പുറത്ത് സ്ത്രീകൾ കയറി തുടങ്ങിയിട്ടില്ല. അതുകൂടിയും വേണം, ട്രാൻസ്ജെൻഡർ ആരും കയറണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അതൊരു ഗംഭീര നിർദ്ദേശമാണ്. കാരണം നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. നമ്മളിങ്ങനെ പതുക്കെ ചെണ്ടയിലൂടെ അങ്ങനെ കയറി വരുന്നുണ്ട്. അത് അത്തരത്തിൽ വരുമ്പോഴാണ് ഓൾ ഇൻക്ലൂസീവ് ആവുള്ളൂ, എക്സ്ക്ലൂസീവ് അല്ല പൂരം. ഇതിനെ കൂടെ തന്നെ ഇപ്പൊ നമ്മള് ഇവിടെ നിൽക്കുമ്പോൾ പൂരത്തിന്റെ ആചാരങ്ങളും ചടങ്ങുകളും ഒക്കെ പറയുമ്പോഴും ഇത്തവണത്തെ പൂരത്തിന്റെ വലിയൊരു ആകർഷണം ചെമ്പൂക്കാവിന്റെ എഴുന്നള്ളത്താണെന്നാണ് പറയുന്നത്. അതിന്റെ കാരണം ഒരൊറ്റ ആനഫാൻ ആണ്. തെച്ചിക്കോട്ടുകാവ് ചെമ്പൂക്കാവ് ഭഗവതിയേക്കാൾ കൂടുതൽ ആരാധകരായിരിക്കും ഡേവരിയാണ്. ആ ചെമ്പൂക്കാവ് ഭഗവതി എഴുതുന്ന വാഹനത്തിനുണ്ടാവുക. അപ്പോ അതിലെ വാഹനത്തിൽ എഴുന്നള്ളുന്ന ദേവനേക്കാൾ അല്ലെങ്കിൽ ദേവിയേക്കാൾ ആരാധകർ വാഹനത്തിനുണ്ടാവുക. അങ്ങനെ ഉണ്ടാവല്ലോ. ഇപ്പൊ ഔഡി കാർ, എന്ത് കാറാ ഏറ്റവും പുതിയ കാർ, ആ കാറിൽ യാത്ര ചെയ്യുന്നേക്കാൾ ആളെക്കാൾ ആരാധകരായിരിക്കും ഉണ്ടാവും ആ വാഹനത്തിനുണ്ടാവും. നാച്ചുറലാണ്, അത് വേഗം ഉണ്ടാവും മതി. അപ്പൊ എന്തായാലും ആനഫാൻ തെച്ചിക്കോട്ട രാമേന്ദ്രൻ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഒരു മൃഗത്തിന്റെ ഒരു മനുഷ്യന്റെയും ഫാൻ അല്ലാത്തതുകൊണ്ട്, ഫാൻ എന്ന് പറഞ്ഞ വീശറിയ ഒരാൾക്ക് ഇങ്ങനെ വീശി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആനയുടെ ഫാനും അല്ല, ആളുടെ ഫാനും അല്ല, ആനയുടെ ബ്യൂട്ടി ആസ്വദിക്കുന്ന ആളാണ്. ആന ബ്യൂട്ടി ഉണ്ടല്ലോ, ആന ബ്യൂട്ടീഷ്യന്മാരുണ്ട്. അതായത് ആനയുടെ കോപ്പ് ഉണ്ടല്ലോ, തലയെക്കെട്ട്, നെറ്റിപ്പട്ടത്തിന് നമ്പൂരി വേഷം, തലയെക്കെട്ട്, കോലം, പട്ടുകുട, വെഞ്ചാമര, ആലവട്ടം, കൈമണി, കാൽമണി, കണ്ടമണി, വട്ടക്കയറ്, ഇതൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ ശരിക്കും ആന ബ്യൂട്ടീഷ്യന്മാരാണ്. ആനയ്ക്ക് കരിന്നൊരു പേരുണ്ട്.
അപ്പൊ ആനകൾ വന്ന് പറയുമ്പോ തൃശ്ശൂർ നഗരം കരിക്കുലം ആവുകയാണ്, അല്ലെങ്കിൽ ഹസ്തിനപുരം ആവി മാറുകയാണ്. അപ്പൊ അങ്ങനെ ആനകളെ കൊണ്ട്, മേളക്കാരെ കൊണ്ട്, ചഞ്ചവാദ്യക്കാരെ കൊണ്ട്, ഇതൊക്കെ ആസ്വാദകരെ കൊണ്ട്, വെടിക്കെട്ടിനെ കൊണ്ട്, മാഗസിൻ എന്ന് പറഞ്ഞ വെടിമരുന്ന് സൂക്ഷിക്കുന്ന സ്ഥലത്തർത്ഥം, മാഗസിൻ എന്ന് പറഞ്ഞ മാസിക എന്ന് അർത്ഥമുണ്ട്, കോളേജ് മാഗസിൻ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ കോൺടെസ്റ്റില് കോളേജിൽ വെടിമരുന്ന് സൂക്ഷിക്കുന്ന സ്ഥലം എന്ന് അർത്ഥം പറയുന്നത് തെറ്റില്ലാന്ന് എനിക്ക് ഇപ്പോഴത്തെ സംഭവങ്ങൾ നിരീക്ഷിക്കുമ്പോൾ തോന്നുന്നു. അപ്പൊ മാഗസിൻ എന്ന ലിറ്റററി കണ്ടന്റ് ഉള്ള ഒരു സാധനത്തിന് വെടിക്കോപ്പെന്നും കൂടി ഇംഗ്ലീഷ് ഭാഷയിൽ അർത്ഥമുണ്ട്, അത്രേ ഉള്ളൂ. ഇതില് ഇപ്പൊ ചടങ്ങുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു, ഓരോ ഘടകപൂരങ്ങളായിട്ട് താഴേക്ക് എഴുന്നള്ളിക്കൊണ്ടിരിക്കുന്നു. നന്ദേട്ടന് വ്യക്തിപരമായിട്ട് പൂരത്തിന്റെ എല്ലാം ആസ്വദിക്കുന്ന ആളാണെങ്കിൽ ഏറ്റവും അധികം ആസ്വദിക്കുന്ന ഏതാ? എനിക്ക് ഏറ്റവും ആസ്വദിക്കുന്നത് ഞാൻ മേളവും കൂടമാറ്റവും പഞ്ചവാദ്യം വാദ്യങ്ങളാണ്. വാദ്യം കൂടമാറ്റം, പിന്നെ വെടിക്കെട്ട് എന്നെ സംബന്ധിച്ച് ഭയം ഉണ്ടാകും. കുട്ടിക്കാലത്ത് എനിക്ക് ഈ കതിരയുടെ ശബ്ദം ഒരു പേടിയാ. ഇപ്പൊ കതിരയാവാം എന്നായിണ്ട്. എന്റെ അപ്പുറത്തുള്ള വെടിക്കെട്ടൊക്കെ ഞങ്ങളുടെ വല്ലച്ചിറ ഉണ്ട് സ്ഥലം. നമുക്ക് അവിടേക്ക് കൂടി ക്യാമറ ഒന്ന് ചലിപ്പിക്കാം. കാരണം അവിടെ രാമൻ വരികയാണ്, നമ്മുടെ ക്യാമറകളൊക്കെ കൈകളൊക്കെ തീർച്ചയായും ഉള്ളിൽ ആ കൊട്ടിങ്ങോട്ട് എങ്ങനെയുണ്ട് പൂരത്തിന്റെ? തെച്ചിക്കോട്ട് രാമേന്ദ്രന്റെ വരാൻ പോണ്. ആൾക്കാരൊക്കെ ചെമ്പുക്കാവ് എന്റെ പൂരം, അതാണ് ഞാൻ പറഞ്ഞത്. തൃശ്ശൂർ പൂരത്തിന്റെ ഓരോ ഘടകപൂരങ്ങളും ഗംഭീരമായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഘടകപൂരം ഇല്ല. ഇപ്പോ തൃശ്ശൂർ പൂരത്തിന്റെ പൂരം എന്ന് പറഞ്ഞാല് പൂരത്തിന്റെ മെയിൻ പൂരത്തിനെ പോലെ ഘടകപൂരങ്ങളും. ഇത് ജനപങ്കാളിത്തം കൊണ്ട് ജനസഞ്ചയം. ഏറ്റവും അധികം ആൾക്കാർ കാത്തുന്നത് രാമൻ ചെമ്പൂക്കാവിന് വേണ്ടി തടംപേറ്റി വരുന്നത്. ചെമ്പുക്കാവിന് വേണ്ടിയിട്ടല്ല, രാമൻ ആർക്ക് വേണ്ടി തടംപേറ്റുന്നോ അവിടെ ആളുകൾ വരും. സുനിലേട്ടൻ അടിച്ച ഗംഭീര ഒരു അടിയുണ്ട്. നിങ്ങളിതാ മമ്മൂട്ടിയെ കൊണ്ട് അപ്പുറത്ത് നിർത്തിക്കോ, ഇപ്പുറത്ത് രാമനെ കൊണ്ട് നിർത്തിക്കോ. ഇന്നലെ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ രാമന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അതാണ്. എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കേവലം ഒരു മൃഗമാണ്. അതായത് ഇതൊരു ആനിമലാണല്ലോ. മനുഷ്യരെ ആനിമലിനെ പ്രത്യേകിച്ച് തൃശ്ശൂർക്കാര് ഈ ഹൈക്കോടതിയൊക്കെ ആന എഴുന്നള്ളിപ്പിനൊക്കെ പറ്റിയിട്ട് പറയുമ്പോഴല്ലോ, നാട്ടാനകളെ പരിപാലിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഈ ആനകളെ സ്നേഹിക്കുന്ന ആളുകളാണ് തൃശ്ശൂർ. ആനകളെ സംരക്ഷിക്കാനും നാട്ടാനകളെ പരിപാലിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വൈദ്യശാസ്ത്ര ശാഖ തന്നെ നമ്മുടെ ആയുർവേദത്തിലുണ്ടല്ലോ. അപ്പൊ ആന പരിപാലനം മുതൽ ആനകളുടെ സൗന്ദര്യം, ആനയുടെ അളവുകൾ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ്. ഇപ്പൊ ചേർപ്പിൽ ആശാരിമാരുണ്ടാക്കുന്ന ആനയുണ്ട്, ആന ശില്പം, അത് പാറ്റന്റ് കിട്ടിയിട്ടുള്ളതാണ്. അതായത് ചേർപ്പ് ആന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അളവിൽ കൃത്യതയുള്ള ലക്ഷണമൊത്ത ആനയെ അതുപോലെ നിർമ്മിക്കുന്ന ആശാരിമാരുള്ള സ്ഥലമാണ് ചേർപ്പ്. കടഞ്ഞെടുക്കും. അപ്പൊ അവർ കൊത്തിയെടുക്കുന്ന ആനകൾക്ക് തൃശ്ശൂരിലെ ആനയുടെ കൺസെപ്റ്റ് ഉണ്ട്. ഒരു ആനയുടെ ഉയരം, അതിന്റെ തുമ്പി, അതിന്റെ കാലുകൾ തമ്മിലുള്ള അകലം, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് അതെല്ലാം നോക്കി അതിന്റെ അളവിൽ ഉണ്ടാക്കുന്ന പ്രതിമയാണ് ചേർപ്പിലെ ആന പ്രതിമ. അപ്പൊ തൃശ്ശൂർക്കാർക്ക് അങ്ങനെ കുറെ പ്രത്യേകതകള് പൂരവും കാര്യം പറയുമ്പോ ആനാന്ന് പോലും പറയാൻ പറ്റില്ല, രാവണനെ അതാണ്. ഞങ്ങളെ ഇതിപ്പോ രാവിലെ മുതൽ ഇവിടെ സംസാരിക്കുമ്പോ കൊല്ലത്തുനിന്ന് ആള് വന്നിട്ടുണ്ട്, രാമനെ ഒന്ന് കാണണം പോകണം. അതെ അങ്ങനെ വരുന്ന ഇപ്പൊ കാസർഗോഡ് നിന്നും കൊല്ലത്തും തിരുവനന്തപുരം നിന്നൊക്കെ ഈ പിന്നെ രാമനെ കാണാൻ വേണ്ടി ആളുകൾ വരിക എന്ന് പറഞ്ഞാല് ഒരു ജീവി അല്ലെങ്കിൽ ഒരു ആനയെ സംബന്ധിച്ചിടത്തോളം ആധുനിക കാലഘട്ടത്തിൽ പോലും ആനകളെ ആരാധിക്കുന്ന, അതായത് അതിനെ എന്താ പറയാ മനസ്സിൽ ആരാധിക്കുന്ന ഒരു വലിയൊരു സമൂഹം ഉണ്ടാവുമെന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ ഒരു രോമാഞ്ചം കൂടി ആയിരിക്കില്ല തൃശ്ശൂർക്കാരെന്നൊക്കെ പറയുമ്പോൾ? തൃശ്ശൂരിലുള്ള ഇങ്ങനെ ഇതിന്റെ ഭാഗമായി ആളുകൾ ഇങ്ങനെ തേടി വരുമ്പോൾ അത് ഭയങ്കര സന്തോഷമല്ലേ. നമ്മളിപ്പോ പലപ്പോഴും പല സ്ഥലത്ത് നടക്കുന്ന പല പരിപാടികൾ നമ്മൾ കാണുമ്പോഴും നമ്മുടെ ഒരു അഹങ്കാരം എന്ന് വെച്ചാല് തൃശ്ശൂർ പൂരത്തിന്റെ മുമ്പിൽ ഒന്നല്ലടാ നമ്മൾ തോന്നില്ല. നിങ്ങളിപ്പോ അവിടെ പരിപാടി ഗംഭീരമാണ്. പക്ഷെ തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയാം തൃശ്ശൂർ പൂരത്തിന് വലുതൊന്നുമല്ലല്ലോ. അതുപോലെ சொல்லிട്ട് നമ്മളിപ്പോ കഴിഞ്ഞ കുറെ വർഷമായിട്ട് കാണുന്നതാണ്. സാധാരണ ഈ വർഷത്തെ ഒരു പ്രത്യേകത തോന്നിയിട്ടുണ്ടല്ലോ, ചെറുപൂരങ്ങളുടെ കൂടെ ഘടകപൂരങ്ങളുടെ വലിയ ജനവലിയാണ്. അതിൽ ഞാൻ പറയാം, നിങ്ങൾ മീഡിയകൾക്ക് വലിയൊരു പങ്കുണ്ട്. അത് മീഡിയകൾ വലിയൊരു സഹായം പൂരത്തിന്റെ മഹിമ വർദ്ധിക്കുന്നതിൽ ഉണ്ട്. കാരണം അത് പൂരത്തിന്റെ മഹിമ കൊണ്ട് നിങ്ങൾ അതിനെ ഏറ്റെടുക്കുന്നതും കൂടിയാണ്. അതൊരു സത്യമാണ്, പരസ്പര പൂരകങ്ങളാണ്. നിങ്ങൾ പൂരത്തിന്റെ മഹിമ മനസ്സിലാക്കി നിങ്ങൾ വരുമ്പോ അത് കുറച്ചും കൂടി ആളുകളിലേക്ക് ഇപ്പൊ പൂരത്തിന്റെ ഘടകപൂരങ്ങളുടെ പ്രാധാന്യം വർദ്ധിച്ചു, ഇതിന്റെ ചടങ്ങുകളുടെ ഇത് വർദ്ധിച്ചു. അപ്പൊ ഓരോ പരിപാടികളിലും ജനസഞ്ചയത്തിന്റെ എണ്ണം വർദ്ധിച്ചു എന്നുള്ളതാണ്. പിന്നെ പണ്ടത്തെക്കാൾ ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ ധാരാളം കാണാൻ പറ്റും. എവിടെ നോക്കിയാൽ സമയത്ത് ക്യാമ്പയിൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, സ്ത്രീകളെ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട്. അറിയില്ല, പൂരത്തിന് പെണ്ണുങ്ങൾ ഒരിക്കലും പൂരത്തിന്റെ തിരക്കിലേക്ക് ഒരു സ്ത്രീകളെയും കൊണ്ട് ആരും വരുന്നില്ല. രണ്ട് സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ സ്ത്രീകളെ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ആ പ്രശ്നമില്ലല്ലോ. ആരിപ്പോ ഒന്നിപ്പോ അങ്ങനെ സ്ത്രീകളാരും
ആ രീതിയിൽ ഇൻസൾട്ട് ചെയ്യാൻ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് മാറിയല്ലോ. ആറ്റിറ്റ്യൂഡ് മാറി, സ്ത്രീകളുടെ കോൺഫിഡൻസ് വർദ്ധിച്ചു. തീർച്ചയായും അവരിപ്പോ ഇവിടെ മേളം നടക്കുമ്പോൾ ഡാൻസ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾ ഡാൻസ് ചെയ്യുമ്പോൾ അവരും ഡാൻസ് ചെയ്യും. അരിമംഗലത്തിന് 2 വനിതകള് മേളക്കാരികളായിട്ടില്ലേ? വലന്തല കൊട്ടുന്ന 2 പെൺകുട്ടികൾ. അതെ അതെ അതെ. നന്ദേട്ടനോട് സംസാരിച്ചു, അദ്ദേഹം പറഞ്ഞു ഇനി ആനപ്പുറത്ത് കൂടി സ്ത്രീകൾ അതും അവിടെ എത്തിയിട്ടില്ല, അതുകൂടിയാണ് ഇനി കാണാൻ. ആനപ്പുറത്ത് ആനപ്പാപ്പന്മാരായിട്ട് സ്ത്രീകളില്ലേ, അല്ലാതെ ഇങ്ങനെ ഉത്സവങ്ങൾക്ക് കയറി വരുന്ന ഒരു രീതി ആയിട്ടില്ല. ആനപ്പുറത്ത് ചിലപ്പോ പെൺകുട്ടികൾ വരും. അതൊക്കെ ഇന്നത്തെ കാലത്ത് അതിനൊന്നും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു മടി ഉണ്ടാവേണ്ട കാര്യമില്ല. എല്ലാവരും അംഗീകരിക്കണം, എല്ലാവരും അംഗീകരിക്കണം, നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യമാണ്. അപ്പൊ അങ്ങനെ ഗംഭീരാവട്ടെ. ഞാനിപ്പോ എവിടെ പോണം? നമ്മുടെ മഠത്തിൽ പറയുന്നവിടെ എത്തണം. അപ്പൊ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് കാണാം. അപ്പൊ അതാണ് ശ്രീജ. ഇപ്പോ ഇടവേള വേണമെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഏത് സമയത്തും രാമൻ ഇറങ്ങി വരികയും ചെയ്യും. എന്താണ് എന്നുള്ളതാണ് തീരുമാനിക്കേണ്ടത്. ഇവിടെ ഉള്ളിൽ മേളം നടക്കുകയാണ്. അവഗണിച്ചുകൊണ്ട് രാമനിലേക്ക് നമ്മൾ പോവുകയാണ്. ഇടവേള വേണ്ട എന്നാണ് നമ്മുടെ PCR ടീം പറയുന്നത്. എന്തായാലും അവരെ കാണാനുള്ള കാത്തിരിപ്പിലാണ്. തീർച്ചയായിട്ടും രാമനെ കണ്ട് വണങ്ങി എല്ലാ വർഷവും നമ്മൾ ഇവിടെ ഒരു ആവേശത്തില് തൃശ്ശൂർക്കാരെ തട്ടമെന്ന് പറഞ്ഞാൽ ഭയങ്കര ആവേശമാണത്. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ലഹരിയാണത്. അതൊരു എനർജിക്ക് തരുന്നത്. ഇപ്പൊ നോക്കിയാ ഇവിടെ തെക്കോട്ടിറക്കത്തിന്റെ ഒരു ആൾക്കൂട്ടം മുഴുവനുള്ള പോലത്തെ ഒരു കാഴ്ചയാണ് അല്ലെ. ഭയങ്കര ക്രൗഡാണത് തൃശ്ശൂർക്കാർ. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കാം. നോക്കൂ, ആളുകളൊക്കെ തന്നെ തെക്കേ ഗോപുര നടയിലേക്ക് കണ്ണും നട്ട് കൈ നീട്ടി മൊബൈലും പിടിച്ച് നിൽക്കുകയാണ്. അതായത് ഈ രാവിലെ മുതൽ രാമനെവിടെ എന്ന് ചോദിച്ച മനുഷ്യരെ സംബന്ധിച്ച് അവർ ഇതാ ആ കൊട്ട്, ആ പഞ്ചവാദ്യം ഈ തെക്കേ ഗോപുര അരികിലേക്ക് എത്തിയപ്പോൾ ഇവിടെ വലിയൊരു ജനക്കൂട്ടമായി മാറുന്നു. അത് രാമന്റെ ആരാധകരായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ മനുഷ്യരുടെ വലിയൊരു കൂട്ടം തന്നെയായി മാറുന്നു. ഇന്നലെ നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുര നട തുറന്നു വന്നപ്പോൾ എന്താണോ കണ്ടത്, ഒരുപക്ഷെ അതിനപ്പുറത്തേക്ക് രാമൻ ആ ചടങ്ങിലില്ലെങ്കിൽ പോലും രാമൻ വരുന്ന ചടങ്ങ് അങ്ങനെ ഒരു വലിയ രാമന്റെ ചടങ്ങായിട്ട് മാറിയില്ല. വലിയ 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 ആൾക്കൂട്ടമായി മാറുന്ന കാഴ്ച. ഇവിടെ തെക്കോട്ടിറക്കം എന്നുള്ളത് സാധാരണ ഒരു തവണ ഈ കുടമാറ്റത്തിന്റെ ഒക്കെ തൊട്ടുമുമ്പ് മാത്രം നടക്കുന്നതാണെങ്കിൽ ഇപ്പോ ഇതാ പലതവണയുള്ള തെക്കോട്ടിറക്കങ്ങൾ സംഭവിക്കുന്നു. അതിന്റെ ഈ നെയ്തലക്കാവിൽ അമ്മയുടെ വരവ് രാമനാണ് വലിയ ഒരു ആഘോഷമാക്കി മാറ്റിയതെങ്കിൽ അത് അല്ലാതെ തന്നെ എറണാകുളം ശിവകുമാറിലൂടെ തുടരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും ഈ ചെമ്പുക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളത്തിലൂടെ രാമന്റെ വരവ് വീണ്ടും ആരാധകരുടെ വലിയൊരു ആവേശത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഏത് നിമിഷം പുറത്തു വരാം അല്ലെ. തീർച്ചയായും ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഇത് മേളത്തിന്റെ ഒരു ആംബിയൻസ് ഉണ്ട്. നമുക്ക് പ്രേക്ഷകരിലേക്ക് അതുകൂടി എത്തിക്കാം.
അപ്പോ രാമന് വേണ്ടിയുള്ള ആ ഒരു കാത്തിരിപ്പ് അതിന്റെ ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ്. നോക്കൂ, തെക്കേ ഗോപുരനടയ്ക്ക് മുമ്പില് വലിയ ഒരു ജനസാഗരം തന്നെ ഈ ഒരു സമയം കൊണ്ട് ഒഴുകിയെത്തിയിട്ടുണ്ട്. നേരത്തെ പല വഴികളിലൂടെ എത്തിയ ആളുകളൊക്കെ രാമൻ തെക്കേ നട തുറന്നിരിക്കുകയാണ്. തെക്കേ നട ഇറങ്ങുന്ന സമയമായപ്പോഴേക്കും ഇതാ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. എല്ലാവരുടെയും കണ്ണുകളും കൈകളും ഒക്കെ, കൈകളിലാണ് മൊബൈലുകളാണ്. അതായത് രാമൻ വരുന്നതിന്റെ കൃത്യമായ സൂചന മനസ്സിലാക്കണമെങ്കിൽ ഈ ഉയരുന്ന മൊബൈലുകൾ ആളുകളുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ മതി. ആ ഒരു വലിയ ആവേശം, രാമനെ കാണാനുള്ള ആ ഒരു വലിയ ഒരു എന്താ പറയാ, ഒരു വലിയ കാത്തിരിപ്പാണ്. സത്യത്തില് ഇതുണ്ടാക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ. ഏതൊരു മനസ്സ് ക്ഷീണിച്ച ആളാണെങ്കിൽ ഇവിടെ വന്ന് ഇതിന്റെ ഒരു ആംബിയൻസ് കണ്ട്, ഈ ആളുകളുടെ ഒരു ആവേശം കണ്ട് അങ്ങ് എനർജി ഫുൾ ചാർജ് ആവും. എന്റെ തൊട്ടടുത്ത് ഒരാൾ രോമാഞ്ചത്തോടെ നിൽക്കുന്നുണ്ട്, KP ദിനേശ്, രാമന്റെ ഫാനാണ്. രാമൻ ഇറങ്ങി വരുന്നത് അല്ലേ, വലിയ ആവേശമാണല്ലേ. തൃശ്ശൂർക്കാർക്ക് ഇന്നത്തെ ശരിക്കും നടത്തുറപ്പായിട്ട് നമ്മൾ കാണുന്നത്. കാരണം ഇന്നലെ വന്നതിനെക്കാട്ട് ഇരട്ടി ആൾക്കാർ ഇന്നോടെ ഉണ്ടാവും. അമ്മാതിരി വൈബിലെത്തി വെച്ചിട്ട് രാമേന്ദ്രൻ ഒരു രക്ഷയില്ലാത്ത കൂടാതെ ഇപ്പൊ കാത്തിരിക്കുക. കൊല്ലത്ത് നിന്നൊക്കെ നിങ്ങൾ തൃശ്ശൂർക്കാർ മാത്രമല്ല, കൊല്ലം, കാസർഗോഡ്, തിരുവനന്തപുരം എല്ലായിടത്തും ആള് വന്നു കഴിഞ്ഞു. അത് നമ്മുടെ ആനത്തറയിലേക്ക് തന്നെ ഏറ്റവും വലിയ ഉദാഹരണത്തിന് തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ, ഇവിടെ നിന്നൊക്കെ ആൾക്കാർ ഒരു ആന കാണാൻ വേണ്ടിട്ട്. അതായത് അതിരാവിലെ വന്നിട്ട് വൈകിട്ട് ഒരു ആനയുടെ അടുത്ത് ഇരുന്ന് ആനയ്ക്ക് തണ്ണിമത്തൻ അങ്ങനെ പഴങ്ങളെല്ലാം കൊടുത്തിട്ട് പോണ ടീമുണ്ട്. അത് ഒടുക്കത്തെ ആരാധനയാണ്. വേറെ വിലയുടെ രാമൻ വെച്ചാൽ നമ്മുടെ ക്യാമറ മാറ്റാൻ പറ്റില്ല, ഏത് സമയം വരാം അല്ലെ. ഓൾമോസ്റ്റ് എത്താറായിട്ട് എല്ലാവരും കൂടി ഉണ്ട്, ആനയുടെ കൂടി ഉണ്ട്, നമ്മുടെ നാട്ടിലെല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരും വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവരോട് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. നമ്മളെ നിങ്ങൾ ആരോട് ഞാനിവിടെ നിന്നു. കൊട്ടിന്റെ താളം മുറുകുമ്പോ ഇവിടെ ആളുകളെ ഇവിടുന്ന് താളം പിടിക്കുന്നതിനൊപ്പം ഇതാ ഇറങ്ങുന്നു എന്നുള്ളൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ താളം പിടിക്കുന്ന കണ്ടാലേ ചിലരിങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ഈ ഒരു മൂഡിലേക്ക് കയറുന്നൊരു, നമുക്ക് കണ്ടാൽ ഇതെന്താണ് ഇവർ ചെയ്യുന്നതൊക്കെ, ഈ താളത്തെക്കുറിച്ചോ അറിയാത്ത ആളുകൾ. ദേവിസേട്ടന്റെ ദൃശ്യങ്ങളൊക്കെ വലിയ വൈറലാണല്ലോ. പുള്ളി സ്ഥലവും എവിടെയാണെന്നല്ല, പുള്ളി ചെണ്ടകൊട്ട് കേട്ടാൽ പുള്ളി താളം പിടിച്ചങ്ങ് കയറും. അത് പറഞ്ഞല്ല, അതൊരു വികാരമായി മനുഷ്യന്റെ അനുഭവമായി മാറുന്ന കാഴ്ചയാണ് യഥാർത്ഥത്തിലുള്ളത്. എന്തായാലും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കാത്ത ആനക്കേരളത്തിന്റെ പ്രിയപ്പെട്ടവർ, ആനപ്രേമികളുടെ വലിയൊരു സംഘം ഈ തെക്കേ ഗോപുര നടയ്ക്ക് മുന്നിൽ കാത്തു നിൽക്കുകയാണ്. അവരുടെ കണ്ണുകളിലൂടെ അത് ഒപ്പിയെടുക്കാൻ കാത്തു നിൽക്കുന്നു. ചിലർ മൊബൈൽ ഫോണുമായി കാത്തു നിൽക്കുന്നു. അങ്ങനെ വലിയ ആവേശത്തോടെ ഉള്ളിൽ പഞ്ചവാദ്യം അങ്ങ് ഗംഭീരമായി കയറുകയാണ്, കൊട്ടിക്കയറുകയാണ്. അതിൽ നിന്ന് അത് കഴിഞ്ഞ് പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഏത് നിമിഷവും ആനപ്രേമികളുടെ പ്രിയപ്പെട്ട രാമൻ, രാമേട്ടൻ, രാമരാജാവ് ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ പുറത്തേക്ക് വരും. ധനേഷിന്റെ ഏറ്റവും വലിയൊരു ആവേശമാണ് രാമനെന്നറിയാം. എങ്ങനെയാണ് രാമന്റെ ഈ തെക്കോട്ടുള്ള വരവ് ക്യാമറമാനായിട്ടല്ല ഒരു ആരാധകനായിട്ട് കാണുന്നത്? ഒന്ന് പറഞ്ഞേ. നമുക്ക് ആന വന്ന് പീര് പിടിക്കുന്ന സമയത്തില് നമ്മുടെ രോമങ്ങളൊക്കെ ഇരിക്കും. ഭയങ്കര ഫീൽ ആ സമയത്ത് എല്ലാവരും ആർപ്പ് വിളിച്ച്, അത് വേറെ ലെവലല്ല. നമുക്ക് പരിസരം നോക്കില്ല ആൾക്കാർ, അമ്മാത് ആർപ്പുള്ളിരിക്കും. അത് ആന വന്ന് പീര് പിടിക്കുമ്പോഴാണ് 3 പ്രാവശ്യം പീര് പിടിച്ചു. അതായത് തുമ്പി പൊന്തിച്ചിട്ട് പോവാ. അപ്പൊ പൊന്തിക്കുമ്പോ അത് വേറൊരു ആനയ്ക്ക് ആരും ഫീല് കിട്ടില്ല. രാമൻ ബാക്കി എല്ലാവരും നല്ലതാണ്, പൊട്ടയെന്നല്ല. പക്ഷെ തെച്ചിട്ട് രാമേന്ദ്രൻ വന്നിട്ട് ആ നിക്കണ നിപ്പ് അത് വേറെ ലെവലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടാൻ പറ്റില്ല. അമ്മായി സെറ്റപ്പാന നിൽക്കുമ്പോ. ധനേഷ് കുറെ കാലം ഈ ആനയുടെ കൂടെ നടന്നിട്ടുള്ളതല്ലേ? എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഈ ആനയുടെ കൂടെയാണ്. അതായത് എന്റെ അമ്പലത്തിന്റെ അപ്പുറത്ത് നമ്മുടെ വീട്. അപ്പൊ നമ്മള് പണ്ട് മുതലേ അമ്പലത്തിൽ കളിക്കാൻ പോലും സ്കൂളിൽ മറ്റേ ഇന്റർവെല്ലിന് സമയത്തൊക്കെ അമ്പലത്തിന്റെ ആയിരിക്കും. അന്ന് മെയിനായിട്ട് അവിടെ നിന്ന് പായസം കിട്ടും, നമുക്കൊന്നൊരു ആനയ്ക്ക് തരും. അങ്ങനെ പോയിട്ട് രാമനോട് നമ്മൾ ചെറുപ്പം മുതലേ പോയോടാണ് ഇത്ര ഇഷ്ടം. അത് നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി. എന്ത് ടെൻഷനില്ല ആനയുടെ അടുത്ത് പോയിരുന്നാൽ മതി. ആ തറയിൽ പോയി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആന കഴുകാൻ നിൽക്കുക, അല്ലെങ്കിൽ ആനയ്ക്ക് പട്ടിട്ട് കൊടുക്കുക, വേറെ ലെവലിൽ നമ്മുടെ എല്ലാ ടെൻഷനും മാറി കിട്ടും. എല്ലാം കൂടിയിട്ടുണ്ടല്ലോ ധനേഷ്. നമ്മുടെ മെയിൻ പരിപാടി അവധി ദിവസങ്ങളൊക്കെ അവിടെ തന്നെയാണ്. അല്ലെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലും നേരെ അമ്പലത്തിന്റെ തറയിൽ പോകാൻ നമ്മൾ വീട്ടിൽ കയറില്ല. അവിടെ പോയി നമ്മുടെ എല്ലാ ടെൻഷനും നമ്മൾ അതോടെ മറക്കും. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം. ഇതിന് ഇടയ്ക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട് ധനേഷ് ഈ ആനയെ കഴുകുന്നതിന്റെയും കുളിപ്പിക്കുന്നതിന്റെയൊക്കെ ഫോട്ടോസൊക്കെ പലപ്പോഴും ഇട്ട് കണ്ടിട്ടുണ്ട്. ശരിക്കും ഈ ആളുകൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ധനേഷിനോട് ഒരു അസൂയ തോന്നാറുണ്ടോ? അത് നമ്മൾ പുറത്തുനിന്ന് ഒരു ആൾക്കാരാണ് കയറ്റില്ല തറയുടെ ഉള്ളിലേക്ക്. അതായത് അവിടത്തെ രഥച്ചിരോ രാമേന്ദ്രൻ ഒരു വിഷയം കിട്ടാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. ആണ് പുറത്തുനിന്നുള്ളവർക്ക് സംഭവം കാണുമ്പോൾ വിഷമൊക്കെ ഉണ്ടാവും. നമുക്ക് വിഷമം ഉണ്ടാവും അവരോട് ആ കയറിന്റെ അപ്പുറത്ത് നിൽക്കുമ്പോൾ. പക്ഷെ അത് നിവർത്തിയില്ലാത്തവരാണ്. അല്ല, അങ്ങനെ ആളുകൾ പിന്നെ നമ്മളോടൊന്ന് ഒരുപാട് പേര് വരാറുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം വരുന്ന ആൾക്കാർക്ക് ആനയ്ക്ക് തണ്ണിമത്തം പഴക്കം വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ കൊടുക്കാൻ സമ്മതിക്കാറുണ്ട്. അങ്ങനെ ആനയുടെ അടുത്തേക്ക് മീൻസ് ഫോട്ടോ എടുക്കാനൊക്കെ നിർത്തൽ കുറവാണ്. പക്ഷെ ഭക്ഷണം കൊണ്ടുവന്ന് നമുക്ക് ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാം. എന്താ അങ്ങനെ ഒന്ന് സൂക്ഷിക്കേണ്ടി വരുന്നത്, ഒരു ജാഗ്രത ഉണ്ടാവുന്നത് ആനയുടെ അടുത്തേക്ക്?
തെച്ചിട്ട് ഒരു അമ്മ തന്നെയല്ലേ. അത്രയും പ്രീഷ്യസ് ആണ്. ഒരു കാരണം വെച്ചാൽ ഒരു പ്രശ്നം അവനുണ്ടാവാൻ പാടില്ല. ആന സംബന്ധിച്ച് എന്റെ ചെക്കന് ഇപ്പൊ ഒരു 7 വയസ്സ്. അപ്പൊ ഒറ്റയ്ക്ക് ആനയുടെ നടുവിൽ പോയി നിൽക്കും, ഒറ്റയ്ക്ക് പോയി ഭക്ഷണം കൊടുത്തു വരും. ഒരു 3 വയസ്സ് പോലും അവന് ആനയുടെ അടുത്തുണ്ട്. ഇന്നവർക്ക് ആന ഒറ്റയ്ക്ക് കൂടെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ പുറമെന്നുള്ളവരത് കാണുമ്പോ അതിൽ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ രാമൻ അങ്ങനെ എടുത്ത് അങ്ങനെയൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ എന്താണ് ഈ കാണിക്കുന്നത്? കൊച്ചുകുട്ടിയാണ് വിടുന്നതെന്നൊക്കെ ചോദിക്കുമല്ലേ? ഞാൻ പറഞ്ഞ ഏറ്റവും നല്ല പാവാന തെച്ചിട്ട് ഒരു അമ്മ തന്നെ. പണ്ട് ഇത്തിരി കുറുമ്പുണ്ടില്ല അത് പറയില്ല. പക്ഷെ ഇപ്പൊ ഒരു 10 കൊല്ലമായിട്ട് ഉള്ളതിൽ ഒറ്റയ്ക്ക് കയറി കൈകാര്യം ചെയ്യാം. വയസ്സതിന്റെ പക്വത ഒന്നായിരിക്കില്ലേ? പക്വത്തിൽ ആന പക്ഷെ അങ്ങനെ പേടി കൂടല. അതിന്റെ ഒരു പ്രശ്നം ഉണ്ട് എനിക്ക്. അതല്ലാതെ ആന വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും കയറി ചെല്ലാം എന്ന് വെച്ചാൽ ആർക്ക് കയറി ചെല്ലരുന്നത്. പക്ഷെ എന്താണെങ്കിലും നമ്മളൊക്കെ അവിടെ പഞ്ചവാദ്യം അങ്ങനെ സമാപിക്കുന്നതിന്റെ ഒരു ഇതാണ് കിട്ടുന്നത്. അവിടുന്ന് ഇനി ഇറങ്ങി ഇതേ ആളുകളൊക്കെ മൊബൈലെല്ലാം കയ്യിൽ പിടിച്ച് കുറെ നേരം ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കും, പിന്നെ താഴ്ത്തും, പിന്നെയും താഴ്ത്തും. ഈ ഒരു കാത്തിരിപ്പുണ്ടല്ലോ, ഒരു ക്യാമറമാൻ എന്നതിനപ്പുറം ശരിക്കൊരു ആനപ്രേമിയായിട്ട് ഈ ഒരു രാമന്റെ വരവിനുണ്ട് എവിടെയെങ്കിലും കാത്തു നിന്നിട്ടുണ്ടോ മുമ്പ്? സത്യം പറഞ്ഞ തൃശ്ശൂർ പൂരം എന്തൊരു ചോദ്യമാണല്ലേ അനുഭവം ചോദിക്കുന്നത്. എത്ര കാത്തു നിൽക്കില്ല, ജീവിതം മുഴുവൻ കാത്തിരിപ്പാണല്ലേ. നമ്മള് ലൈവിലോട്ട് നമുക്ക് പൂരത്തിന് അങ്ങനെ ഇന്നവേക്ക് പൂരത്തിന് എല്ലാ ടൈമിൽ പോകാൻ പറ്റിയിട്ടില്ല. ഫുൾ ടൈം നമ്മൾ ലൈവും കയറലായോണ്ട് അതിന് കൂടെയാണ്. പക്ഷെ രാമൻ എന്ന് വെച്ചാൽ നമുക്ക് തലയെക്കെട്ട് കെട്ടിയിട്ട് എനിക്ക് സ്വതവേ ഒരു ആനകൾ എനിക്ക് ഇഷ്ടമില്ല. അതായത് തലയെക്കെട്ട് കെട്ടാണ്ട് തറയിൽ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് പ്ലാനുകളോട് ഇഷ്ടം. ഈ വെയിലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. അത് രാമന് മറ്റാനാണ് നിൽക്കുള്ളൂ. പക്ഷെ തറയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ ആനയും. ഒരു പ്രത്യേക സ്നേഹം എന്തെങ്കിലും രാമൻ കാണിക്കാറുണ്ട് ഇങ്ങനെ അടുത്ത് നിൽക്കുന്നവരോട്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും രാമന്റെ എന്തെങ്കിലും പെരുമാറ്റം കൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് അത് തോന്നാറുണ്ടോ? 2 ദിവസം ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുക. 3-ാം ദിവസങ്ങൾ ആന കണ്ടുകഴിഞ്ഞാൽ ആന സ്വാഭാവികമായിട്ട് നമ്മളെ തുമ്പിയോണ്ട് വിളിക്കും. 3-ാം ദിവസം ഉറപ്പായിട്ട് ആൾ വിളിച്ചിരിക്കും. അത് ആനയ്ക്ക് അത് മറ്റ് ആനകൾക്ക് തിന്നാൻ കൊടുത്താൽ അങ്ങനെ നന്ദി ഉണ്ടോന്ന് പറയില്ല. പക്ഷെ തെച്ചിട്ട് ഒരു അമ്മ 2 ദിവസം തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ 3-ാം ദിവസം ആന നമ്മളെ കണ്ടുകഴിഞ്ഞാൽ വിളിക്കും, സ്വാഭാവികമായിട്ട് വിളിക്കും. അത് തീറ്റക്കൂറ് ഭയങ്കര എന്താ പറയാ, തിന്നാൻ കൊടുത്ത ഭയങ്കര സ്നേഹമാണ് അതിനെ തെച്ചിട്ട് ഒരു അമ്മേന്ദ്ര. അങ്ങനെ കൂടുന്നുണ്ട്. ആര് വന്നിട്ടാണെങ്കിൽ പരിചയമില്ലാത്ത ഒരാൾ 2 ദിവസം ആനയ്ക്ക് ഭക്ഷണം കൊടുത്ത 3-ാം ദിവസം ആന ഓട്ടോമാറ്റിക് ആളെ കണ്ടുകഴിഞ്ഞാൽ വിളിച്ചിരിക്കും, ഉറപ്പാണ്. ഈ തിരുവമ്പാടി ചന്ദ്രശേഖരനെ കുറിച്ച് ഇന്നലെ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നുണ്ട് ഈ ഭക്ഷണം കൊടുക്കുന്നവരുമായിട്ട് ഒരു സാധുവാണത്. അങ്ങനെ ഒരു പെരുമാറ്റം പല ആനകൾക്കും അങ്ങനെ ഉണ്ടല്ലേ? മിക്കവാറും അതായത് ചില ആനകളുണ്ട്. അതായത് നമ്മൾ തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ മാറിയില്ലെങ്കിൽ രണ്ടാമത് നമ്മളെ കയ്യിൽ കയറി തുമ്പിയോട് പിടിച്ച് വലിച്ചെറിയ ആനകൾ, അങ്ങനത്തെ ആനകളുണ്ട്. എല്ലാവർക്കും നമ്മളത് കയറി കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പണി വാങ്ങിക്കും. ഇന്നലെ നമ്മള് എറണാകുളം ശിവകുമാറിന്റെ അടുത്ത് പോയല്ലോ. അപ്പൊ സുരേഷേട്ടൻ പറഞ്ഞൊരു കാര്യം ഒരു കുട്ടിയുടെ സ്വഭാവമാണ്. ശിവകുമാർ ബേസിക്കലി പാവാൻ, പക്ഷെ എനിക്ക് പേടി കൂടുതലാ. ഒരു പശുവിനെ കണ്ടാ പേടിക്കും, കാക്കേനെ കണ്ടാ പേടിക്കും. സിമ്പിളായി കൊണ്ടുനടക്കാനാണ്. പക്ഷെ ആനയ്ക്ക് ഭയങ്കര പേടിയുണ്ട്. ആ ഒരു പ്രശ്നമുള്ളൂ. പക്ഷെ നല്ല ആനയാണ്. നാട്ടാനകളുടെ ദേവസ്വങ്ങളുടെ നാട്ടാനകളുടെ ഏറ്റവും വലിയ ആനയാണ്. അത് ഗംഭീര ആന. അതിന്റെ ഒരു കൊമ്പില്ലാതെ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ആന. അത് കൊമ്പ് പോയിട്ടും മുളച്ചു വരുന്നുണ്ട്. അതും വലിയ അതിശയാണ്. സാധാരണഗതിയിലാണ് കൊമ്പ് പോയ വരവ് കുറവാണ്. ഇപ്പൊ രാമനാണ് വികാരം അല്ലെ? രാമന് വേണ്ടിയുള്ള മേഘങ്ങൾ കുട വിരിച്ച പോലെ ഉണ്ട്. ഇപ്പോ വെയിലൊക്കെ മാറി രാമന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇവിടെ പുറത്തിറങ്ങിയ ശേഷം ഒരു മേളം ഉണ്ടാവോ? അങ്ങനെ ഉണ്ടല്ലേ? അങ്ങനെ അവിടത്തെ കുട്ട് കഴിഞ്ഞപ്പോൾ ഓക്കെയാണ്. എന്തായാലും കാത്തിരിപ്പ് തുടരുകയാണ്. ഉള്ളിൽ പഞ്ചാരി മേളം ഇങ്ങനെ കൊട്ടിക്കയറുന്നത് നമുക്ക് പുറത്ത് നിന്ന് തെക്കേ ഗോപുര നടക്ക് പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. 10:00 കൂടി ഇറങ്ങുള്ളൂ എന്നാണ് പറഞ്ഞത്. 10:00 കൂടി അവസാനിക്കുള്ളൂ, പൂരം അവസാനിക്കുള്ളൂ. രാമനെ പൊതുവെ അങ്ങനെ തൃശ്ശൂരിന് പുറത്തേക്കൊക്കെ കുറെ പോകാറുണ്ടോ? അങ്ങനെ ഇല്ല. തൃശ്ശൂർ ജില്ലയും പാലക്കാട് ജില്ലയും മാത്രമാണ് പരിപാടി എടുക്കാറുള്ളൂ. മറ്റ് ജില്ലകൾ അങ്ങനെ പോക്കില്ല. കുറച്ച് മുമ്പ് പോകായിരുന്നല്ലോ. ഇപ്പൊ കൊല്ലക്കാരൊക്കെ അവിടേക്ക് അടുത്ത് വന്ന കഥ പറയുന്നുണ്ട്. വളരെ മുമ്പായിരിക്കും. 2016 മുമ്പാണ്. 2018 മുമ്പ് വരെ എല്ലാ ജില്ലയിലേക്കും പോയിരുന്നു. അന്നൊക്കെ നല്ല ഹാക്ക് തൂർ നല്ലോണം കിട്ടും. ഇപ്പൊ നമ്മൾ മറ്റാളുകളെ പോലെ ഡെയിലി പരിപാടി, ഡേ നൈറ്റ് പരിപാടി ഒന്നുമില്ല. ഇന്നൊരു പരിപാടി എടുത്ത 2 ദിവസം ആനയ്ക്ക് റെസ്റ്റാ. അത് നൈറ്റ് പരിപാടി എടുക്കില്ല, പകല് മാത്രം. വലിയ VIP ആണ്. അങ്ങനെ ചെറിയ കളിയൊന്നും നിൽക്കില്ല. മമ്മൂട്ടി പോലെ അപ്പുറമാണ് രാമൻ. ഏക്കതൂക്കിണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ മറ്റാനകളുടെ പോലെ നമ്മളെന്താ പറയാ, ഡേ നൈറ്റ് പരിപാടി 24 മണിക്കൂർ 300. അതായത് സീസണിൽ മൊത്തം 90 ദിവസം പരിപാടി ഒന്നുമില്ല. രാമന് ആകെ ആഴ്ചയിൽ 2 പരിപാടി നമ്മൾ എടുക്കുള്ളൂ. അതിനപ്പുറം ദേവസ്വം ഏറ്റവും ഗംഭീരം. അതായത് ആനയ്ക്കുള്ള ചികിത്സ, കർക്കിടക ചികിത്സയുണ്ട്. ഓൾമോസ്റ്റ് ഒരു ആനയ്ക്ക് തെച്ചിട്ട് രാമന് മാത്രം 17 ലക്ഷം രൂപയാണ് ചികിത്സയ്ക്ക് മാത്രം. ദേവദാസിന് ഓൾമോസ്റ്റ് ഒരു 10 ലക്ഷം രൂപ കർക്കിടക ചികിത്സയ്ക്ക് മാത്രം. മറ്റാനർക്കാണ് കൊടുക്കുന്നു വെച്ചാൽ ഭയങ്കര സയൻസ് കുറവായിരിക്കും. കാരണം ഒറിജിനൽ ഈത്തപ്പഴം എല്ലാം നമുക്കേ രാമൻ വരാൻ ഇത്തിരി സമയം എടുക്കും. രാമന്റെ ഫ്രെയിം PCR കാത്തിരിക്കുക. പെട്ടെന്ന് ഇടവേള എടുത്തിട്ട് ഞങ്ങൾക്ക് തിരിച്ചു വരണം. രാമന്റെ ആദ്യ ദൃശ്യം തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. അപ്പോ പെട്ടെന്നൊരു ഇടവേള.
only in cinemas from May. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ വരവും കാത്തിരിക്കുകയാണ് അനുമോദും ശ്രീജിത്തും അവിടെയുള്ള സർവമാന മനുഷ്യന്മാരും ഇപ്പോൾ കാത്തിരിക്കുന്നത് ആ ഗോപുര നട വഴി ഇറങ്ങി വരുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കാണാനാണ്. 9:15 വരുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ആ കാത്തിരിപ്പ് തുടരുകയാണ്. അനുമോദും ശ്രീജിത്തും അവിടെയുണ്ട്. ഒപ്പം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ കേരളത്തിലെ തന്നെ ഏറ്റവും ഉറച്ച ഫാനായ KP ധനേഷിന്റെ ക്യാമറയും അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാഴ്ച ധനേഷ് മിസ് ചെയ്യാൻ സമ്മതിക്കില്ല. ആര് മിസ് ചെയ്യാൻ നോക്കിയാലും ധനേഷ് അത് സമ്മതിക്കില്ല. അപ്പോൾ ഈ മമ്മൂട്ടി മോഹൻലാൽ ഫാൻസിനെ കുറിച്ചായിരിക്കും കേരളത്തിൽ അധികം പേർക്കറിയാം. പക്ഷേ ഈ രാമൻ ഫാൻസ് അസോസിയേഷന്റെ ഏതാണ്ട് മുഴുവൻ ആളുകൾ ഇന്നിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായും ശ്രീജ പറഞ്ഞ കൂട്ടത്തില് അനുമോദിനെ പറയുന്നു, ശ്രീജിത്തിനെ പറയുന്നു. അതെന്താ ശ്രീജ കാത്തിരിക്കുന്നില്ലേ എന്നൊരു സംശയമാണ് എന്റെ പെട്ടെന്ന് എന്റെ മനസ്സിൽ തോന്നിയത്. എന്തൊരു അവസാനം പോണ വഴി എന്റെ തലയിലേക്കും കൂടി തീർച്ചയായും ഇതൊക്കെ ഇത്രയൊക്കെ അത് എന്നോട് PCR എന്ന് ചോദിക്കുന്നത് കാത്തിരിപ്പില്ലെന്ന് കൗതുകം തോന്നി. അതുകൊണ്ടാ ഇല്ല, എന്നോട് PCR എന്ന് ചോദിച്ചു എന്താ പാലക്കാട് ജില്ലയല്ലേ, പിന്നെ എങ്ങനെ ഈ തൃശ്ശൂർ പൂരത്തിനോട് ഇത്ര വലിയ ആവേശം? പക്ഷെ അവർക്ക് എന്റെ ഭൂമിശാസ്ത്രപരമായി ഞാൻ ജീവിക്കുന്ന സ്ഥലത്തെ പറ്റി അറിയാത്തതുകൊണ്ട് ഞാനത് വിശദമായി പറഞ്ഞു. തൃശ്ശൂരിനോടാണ് ഏറ്റവും കൂടുതൽ അടുത്ത് കിടക്കുന്നത്. തൃശ്ശൂർ ഇന്നലെ വൈകിട്ടും കൂടി ആ റൗണ്ടിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഇന്ന് രാവിലെ ഇവിടെ എത്തിയതാണ്. അപ്പോൾ അതുകൊണ്ട് തൃശ്ശൂർ ഇങ്ങനെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന തൃശ്ശൂർ ജില്ലയിൽ പഠിച്ച് അങ്ങനെ തൃശ്ശൂരിന്റെ വികാരം മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ഞാനും കാത്തിരിക്കുന്നുണ്ട് രാമന്റെ ആ വരവ് കാണാൻ. ഇതിലേറ്റവും തമാശ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഇപ്പോ നമ്മളെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന അഖിലുണ്ടല്ലോ, അവന് വേറെ ഒന്നും നോക്കുന്നില്ല. അവന് ഈ ആനയുടെ മാത്രമേ നമ്മളെ ഫ്രെയിം പോലെ അവൻ വയ്ക്കാൻ സംഭവിക്കില്ല. തൃശ്ശൂർക്കാരൻ മാത്രമല്ല, ഇതിന്റെ വേറൊരു കാര്യം, ചെണ്ടയിൽ എവിടെ കോല് വെച്ചാലും പോകുന്ന ഒരു സ്വഭാവക്കാരൻ കൂടിയാണ് അവൻ. അങ്ങനെയാണോ അഖിലൂട്ട് പറ? ഈ പറയുന്നതൊക്കെ സത്യമാണോ? ചെണ്ടക്കോല് വീഴുന്നിടത്ത് എല്ലാം അഖിലൂട്ട് പറയുന്നുണ്ടോ? പരമാവധി എല്ലായിടത്തേക്കും എത്താൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ലീവൊക്കെ കിട്ടുന്നതിനനുസരിച്ചാണ് പോക്കൊക്കെ. അതിനിടയിൽ കൂടെ ഗ്യാപ്പിൽ കൂടെ ലീവ് കൊടുക്കുന്നില്ല എന്നൊരു നമ്പർ കൂടി അതൊക്കെ കൈവച്ചാ മതി മോനെ. ബാക്കി പറ എങ്ങനെ? അല്ല, നിങ്ങൾ തുടരും, ഞാനിത് കുറച്ച് കാര്യമായിട്ട് വർക്ക് ചെയ്ത. അല്ല, ഈ ആനപ്രേമിയാണോ അഖില? തൃശ്ശൂരുകാരൻ തന്നെ ആരോട് ചോദിക്കാം? എല്ലാ ആനകളോടും സ്നേഹം തന്നെയാണ്, ഇഷ്ടമാണ് എല്ലാത്തിനോടും. അതെ, ഉത്രാളിക്കാവിന്റെ തൊട്ടടുത്താണ് അല്ലേ? ഉത്രാളിക്കാവ് കമ്മിറ്റിയിലുണ്ട്. അതെ അതെ അതെ. ഇവര് വരാറുണ്ടല്ലേ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ? വരാറുണ്ട്. ഇഷ്ടപ്പെട്ട ആന ഏതാ? തെച്ചിക്കോട്ട് രാമചന്ദ്രൻ തന്നെയാണ്. അത് തന്നെയാണ്. ശ്രീജിത്തെ, ലീവ് കിട്ടാത്ത മലപ്പുറം ബ്യൂറോയിൽ തന്നെയല്ലേ വർക്ക് ചെയ്തത്? അതാണ് അനുമോദനെതിരെ ഗുരുതര ആരോപണം ഇതിനിടയ്ക്ക് ഉയരുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക. അതെ, ഇവിടെ ക്യാമറയ്ക്ക് പിന്നിൽ ആളുകളുണ്ട്, ആളുകളൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. രാമൻ ഫാൻസ്. ഇപ്പൊ എവിടെ തിരിഞ്ഞാലും രാമന്റെ ആൾക്കാരെ മാത്രമേ ഉള്ളൂ. അതെ, രാമന്റെ ഒരു സോഷ്യൽ മീഡിയയിൽ അത്രയും വൈറലായിട്ട് അതാ ആരവങ്ങൾ ഉയരുകയാണ്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇതാ എത്തുന്നു എന്നത് വേണം മനസ്സിലാക്കാൻ. എല്ലാ മൊബൈൽ ഫോണുകളും ഉയർന്നിരിക്കുന്നു. ഏത് നിമിഷവും രാമന്റെ ദൃശ്യം, രാമന്റെ ആ തലയെടുപ്പ് നമുക്ക് കാണാൻ സാധിക്കും. തെക്കേ ഗോപുര നടയിലൂടെ രാമൻ ഇതാ ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ പുറത്തേക്ക് വരാൻ പോവുകയാണ്. ഇന്നലെ ഇതേപോലെ കുറെ ആരവം മുഴങ്ങിയിട്ടാണ് അവസാനം ആന പുറത്തെത്തിയത്. സ്വാഭാവികമായിട്ടും ഇവിടെ പുറത്ത് നിൽക്കുന്നവരുടെ ആ കാത്തിരിപ്പുണ്ടല്ലോ, അവിടുത്തെ താളം മുഴങ്ങുന്ന പോലെയാണ് ഇവിടുത്തെ കാത്തിരിപ്പിന്റെ മാറ്റം വരുന്നത്. അതെ, അതായത് ഇന്നലെ ആരോ പറയുന്നത് കേട്ടു, ഇവിടുത്തെ ആളുകളുടെ കൂക്കുവിളിക്കും ബഹളത്തിനും എല്ലാം ഒരു താളമുണ്ടെന്ന്. ആ താളം പോലെ തോന്നിപ്പിക്കുന്നതായിരുന്നു അല്പസമയം മുമ്പ് ഉയർന്ന ആരവം. ഈ ആരവം വന്നതോടെ ഇതുവരെ കുറെ നേരമായി അക്ഷമരായി കാത്തുനിന്ന മനുഷ്യരെല്ലാം ഒന്ന് ഉഷാറായിട്ടുണ്ട്. ഇനി ഏത് നിമിഷവും രാമൻ പുറത്തേക്കിറങ്ങും. രാമന് വേണ്ടിയുള്ള വലിയ കാത്തിരിപ്പ് ഏതാണ്ട് അവസാനിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും ആ ആളുകളുടെയൊക്കെ കൈയാണ് ഇപ്പൊ നമ്മൾ മൊത്തം ഫ്രെയിമിൽ കാണുന്നത്. നമുക്ക് എല്ലാവരും ഒരേ ഫ്രെയിമാണ്. എത്ര മൊബൈൽ ഫോണുകളിലാണ് ഒരേ ഫ്രെയിമിൽ ഇങ്ങനെ ഒരേ ദൃശ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് നോക്കി. ഇത്രമാത്രം കാത്തിരിപ്പ് ഒരുപക്ഷെ മറ്റെവിടെയും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അതെ, ചേട്ടാ നിങ്ങള് അവിടെ അല്ലേ? തെച്ചിക്കോട്ടുകാവിന്റെ അവിടെ തന്നെയാണോ? അതെ, വീട് അടുത്ത് തന്നെ. രാമന്റെ സ്വന്തം നാട്ടുകാര്. അതെ. എന്താണ് നിങ്ങളെങ്ങനെയാ രാമനുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങൾ? രാമനായിട്ട് അത്രയും നല്ല ബന്ധങ്ങളാണ്. ചെറുപ്പം തൊട്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് നല്ല ബന്ധങ്ങളാണ്. പിന്നെ രാമനൊരു സംഭവം തന്നെയല്ലേ നമ്മുടെ തൃശ്ശൂർ പൂരത്തിനൊക്കെ വരിക.
ഈ രാമന്റെ ഒരു പ്രത്യേകത എടുത്തു പറയുന്നത് അവന്റെ തലയെടുപ്പാണ്. ശരിക്ക് നിങ്ങളൊക്കെ ഈ ആനയെ ഏറ്റവും അടുത്ത് കോലങ്ങളൊന്നും ഇല്ലാതെ എപ്പോഴും കാണാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് ബാക്കിയുള്ളവരെ സംബന്ധിച്ച്. എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട്? രാമൻ തറിയിൽ നിൽക്കുമ്പോൾ ഒരു ആന ചെറിയൊരു ആനയായിട്ട് നമുക്ക് തോന്നുക, പക്ഷെ ആനക്കൂട്ടത്തിലേക്ക് കയറി നിൽക്കുമ്പോൾ രാമൻ വരുന്നു എന്ന് തന്നെ നമുക്ക് കൃത്യമായി പറയാം. അതാ പൂരത്തിന്റെ ഭാഗമായുള്ള മുത്തുക്കുടകളൊക്കെ മുന്നോട്ട് വരികയാണ്. എഴുന്നള്ളത്ത് മുന്നോട്ട് ഏത് നിമിഷവും രാമൻ ഇവിടെ കോലവുമായി പുറത്തേക്കെത്തും. അലങ്കാരക്കുട പുറത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആളുകള് കുട്ടികളെ തലയിൽ വെക്കുന്നു, മൊബൈൽ ഫോൺ ഉയർത്തിപ്പിടിച്ച് ഫ്രെയിം മണിക്കൂറുകളായി പിടിക്കുന്നവരുണ്ട്. കാത്തിരുന്ന് കൈ കഴിച്ചാലും അവർ കണ്ണ് നട്ട് കാത്തിരിക്കുകയാണ് രാമൻ തെക്കേ ഗോപുര നട വഴി പുറത്തിറങ്ങുന്നതും കാത്ത്. അത്രമാത്രം വലിയ ആരവത്തോടെ, ആവേശത്തോടെ, അത്രമാത്രം വലിയ പ്രതീക്ഷയോടെയാണ് ഈ ഒരു തെക്കേ ഗോപുര നടയ്ക്ക് മുമ്പിലെ പുരുഷാരം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന കൊമ്പന് വേണ്ടി കാത്തിരിക്കുന്നത്. ഇതാ നമ്മൾ കാത്തിരിക്കുന്ന ആ നിമിഷം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തെക്കേ ഗോപുര നടവഴി ഇതാ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതിന്റെ താളമാണ് ഗോപുരത്തിനുള്ളിൽ നിന്ന് കേൾക്കുന്നതെങ്കിൽ ആ താളത്തിനനുസരിച്ച് ആർപ്പ് വിളിക്കുകയാണ് പുരുഷാരം, ജനം, സാഗരം ഒന്നാകെ. ഒരു തെക്കോട്ടിറക്കത്തിന്റെ മറ്റൊരു തെക്കോട്ടിറക്കമാണോ ഇതെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ തെക്കേ ഗോപുരനട ജനസാഗരമായിരിക്കുന്നു. കുടമാറ്റത്തിന് സമാനമായി, കുടമാറ്റത്തിന് മുൻപ് ഈ തെക്കേ ഗോപുരനട എത്രമാത്രം ജനനിബിഡമാകുമോ അതുപോലെ ജനനിബിഡമായി, ജനസാഗരമായിരിക്കുകയാണ്. ചെമ്പൂക്കാവ് ഭഗവതിയുമായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തെക്കേ നട ഇറങ്ങുന്ന ആ കാഴ്ച കാണുവാനായി പൂരത്തിന്റെ ഓരോ ചടങ്ങുകളും ഓരോ തരത്തിൽ ആഘോഷിക്കപ്പെടുകയാണ്. അതും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ കൊമ്പന്റെ പേരിൽ പൂരത്തിന്റെ ചടങ്ങുകൾ അടയാളപ്പെടുത്തുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നുവെന്ന് പറയേണ്ടി വരും. അത്രമാത്രം വലിയൊരു കാത്തിരിപ്പിനാണ് നമ്മളിവിടെ സാക്ഷ്യം വഹിക്കുന്നത്. ശ്രീജിത്ത്, തീർച്ചയായും വലിയ അക്ഷമയോടുള്ള കാത്തിരിപ്പ്. രാമന് വേണ്ടി രാവിലെ 7:30 മുതൽ ഇവിടെ കാത്തു നിൽക്കുന്നവരുണ്ട്. രാമനെ കാണാതെ ചെമ്പുക്കാവിലേക്ക് പോവുകയും ആ എഴുന്നള്ളത്തിന്റെ ഭാഗമാകുകയും ഒക്കെ ചെയ്ത മനുഷ്യരുണ്ട്. അവരെല്ലാം വീണ്ടും തിരിച്ചെത്തി. എവിടെയെങ്കിലും വെച്ച് രാമനെ കണ്ടാൽ പോരാ, ഈ തെക്കേ ഗോപുര നടവഴി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആ പ്രൗഢ ഗംഭീരമായ ആ ഒരു ആനച്ചന്തത്തിലൂടെ രാമനെ കാണണം എന്ന ആഗ്രഹത്തോടെ വീണ്ടും തെക്കേ ഗോപുര നട ഏതാണ്ട് നിറഞ്ഞിരിക്കുന്നു. സാധാരണഗതിയിൽ കുടമാറ്റത്തിനൊക്കെ കാണുന്ന പോലെ വലിയൊരു പുരുഷാരം, വലിയൊരു സഹസ്രങ്ങൾ ഇവിടെ തിങ്ങിക്കൂടി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഗോപുര നടയ്ക്ക് മുന്നിൽ മാത്രമല്ല, അതങ്ങ് താഴെ മുതൽ തന്നെ തുടരുകയാണ്. അങ്ങ് സ്വരാജ് റൗണ്ട് വരെ നീണ്ടു നിൽക്കുന്ന മനുഷ്യരുടെ ഒരു വലിയ സമുദ്രമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പതുക്കെ മേളം ഇങ്ങോട്ടേക്ക് അടുക്കുന്നു. ഏറ്റവും മുന്നിൽ മുത്തുക്കുടകളും ഒക്കെയായി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആലവട്ടവും വെഞ്ചാമരവും ഒക്കെയായി ആ ഘോഷയാത്ര, ചെമ്പുക്കാവ് ഭഗവതിയുടെ ഘോഷയാത്ര എഴുന്നള്ളത്ത് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇനി ഇറങ്ങി വരേണ്ടത് രാമനാണ്. രാമൻ അതിന്റെ ഏറ്റവും പ്രൗഢിയോടെ, ഏറ്റവും മനോഹരമായി അലങ്കരിച്ചുകൊണ്ട്, രാമനെ അലങ്കരിക്കുന്നത് ഇഷ്ടമില്ലാത്ത, രാമനെ അല്ലാതെ ഏറ്റവും തലക്കെട്ടൊന്നും ഇല്ലാതെ കാണുന്ന രാമനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷെ ഇതും ഒരു ഭംഗിയാണ്, പൂരത്തിന്റെ ഭംഗിയാണ്, പൂരത്തിന്റെ മനോഹരമായ ഉത്സവത്തിന്റെ കാഴ്ചയാണ്. ആ കാഴ്ചയിലേക്ക് ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ രാമനെത്തും. തൃശൂർ പൂരത്തിന്റെ ഇതുവരെയുള്ള നിമിഷങ്ങളിൽ ഏറ്റവും അധികം ആസ്വദിക്കപ്പെടുന്നതും കാത്തിരിക്കുന്നതും ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയായിരിക്കുമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഇതുവരെയുള്ള പൂരത്തിന്റെ ഇന്നത്തെ ഈ ദിവസമാകട്ടെ, ഇന്നലെയാകട്ടെ, ഇത്രത്തോളം ആവേശത്തോടെ ഈ പൂരനഗരി മറ്റൊരു കാഴ്ചയ്ക്കായി കാത്തിരുന്ന് കാണില്ല. അത്രമാത്രം ആവേശത്തോടെ, അത്രമാത്രം ആകാംക്ഷയോടെ, അത്രമാത്രം സ്നേഹത്തോടെയാണ്. എത്ര തവണയാണ് ആളുകൾ ആരവങ്ങൾ ഉയർത്തുന്നത്. രാമൻ ഇതാ ഇറങ്ങുന്നു, രാമൻ ഇറങ്ങുന്നു എന്നുള്ള ആഘോഷത്തിൽ. എന്തായാലും ഉള്ളിൽ മേളം നടക്കുകയാണ്. ആ മേളം കൂടി കേട്ട ശേഷം രാമനൊപ്പം ആ മേളവും പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്നേരം നമുക്ക് വീണ്ടും സംസാരിക്കാം.
അതാ വീണ്ടും ആരവം ഉയരുകയാണ്. രാമൻ ഏത് നിമിഷവും പുറത്തേക്ക് വരും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. വലിയ ആരവങ്ങളുടെ ഇടയിലേക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കിടയിലേക്ക് തെച്ചിക്കോട്ടുകാവ് രാമൻ, പ്രിയപ്പെട്ടവരുടെ രാമേട്ടൻ ഇതാ വരികയാണ്. പതുക്കെ പതുക്കെ ഈ ഗോപുര നടക്കുള്ളിലേക്ക് കയറിയിരിക്കുന്നു. അതാ കാണാം നമുക്ക് രാമന്റെ മനോഹര ദൃശ്യങ്ങൾ ഓരോരോ ഭാഗങ്ങളായി ഇതാ നമുക്ക് കാണാൻ സാധിക്കും. ചെമ്പുക്കാവ് ഭഗവതിയുടെ കോലവും ഇതാ പുറത്തേക്ക് വന്നിരിക്കുന്നു. രാമൻ പുറത്തേക്ക് വന്നിരിക്കുന്നു. വലിയ ആവേശത്തിലേക്ക് ജനം ഇരിക്കുകയാണ്. പൂരനഗരിയെ ആവേശത്തിലാക്കി പൂരനഗരിയിൽ തന്നെ കാത്തിരിക്കുന്ന ആരാധകർക്കിടയിലേക്ക് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ കടന്നു വരികയാണ്. എല്ലാവരുടെയും കണ്ണുകളും എല്ലാവരുടെയും കൈകളും എല്ലാം ഒരേ ദിശയിലേക്ക് മാത്രം നീണ്ടിരിക്കുന്നു. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ഗോപുര നട കടന്ന് ഇതാ പുറത്തേക്ക് എത്തിയിരിക്കുന്നു. എന്തൊരു മനോഹരമായ കാഴ്ചയാണ്. ആളുകൾ ഒരേപോലെ പകർത്തുകയാണ് ദൃശ്യം. ആളുകളുടെ ആരവങ്ങളിൽ രാമൻ 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 എന്ന് രാമൻ മാത്രം ഉയർന്ന് വിളിച്ചുകൊണ്ട് വലിയ ആവേശത്തോടു കൂടി നിൽക്കുന്നു. അതാ എല്ലാവരും കാത്തിരുന്ന നിമിഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇതാ തെക്കേ ഗോപുര നട തുറന്ന ചെമ്പുക്കാവ് ഭഗവതിയുമായി എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏറ്റവും മനോഹരമായ കാഴ്ച. ഇത് രാമൻ വെടിക്കെട്ടിന് നമ്മളെ സാമ്പിൾ വെടിക്കെട്ട് പോലെയാണ് തോന്നുന്നത്. രാമന്റെ കൂടെയുള്ള ആനയാണ് അല്ലേ? ഒന്ന് കാണട്ടെ. പൂർണ്ണമായി നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. രാമനല്ല എന്ന് ഇവിടെയുള്ളവർ പറയുന്നുണ്ട്. കാരണം രാമനെ അറിയുന്ന, കാരണം നമുക്കിവിടെ നിന്ന് പൂർണ്ണമായും കാണാൻ പറ്റില്ല. രാമനല്ല. അതായത് ദേവതകളുടെ എഴുന്നള്ളിപ്പ് വന്നിട്ട് വടക്കുന്നാഥനെ പ്രദക്ഷിണം ചെയ്ത് വരുന്ന ഘടകപൂരങ്ങളുടെ വേറൊരു ഇത് രാമനല്ല. രാമൻ വരുന്നേ ഉള്ളൂ. ഇതുവരെയുള്ള മുഴുവൻ ആരവങ്ങളും മാറുകയാണ്. ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരും പ്രതീക്ഷിച്ചിരുന്നത്, ഇവിടെയുള്ള എല്ലാവരും കാത്തിരുന്നത് രാമനാണ് എന്നുള്ളതായിരുന്നു. രാമനെന്ന് വിളിച്ചുകൊണ്ട്, അതായത് എന്താണ് അനുഭവം ഇവിടെ സംഭവിക്കുന്നത്? പലപ്പോഴും ഒരു ട്രയൽ റൺ എന്നൊക്കെ പറയുന്ന രീതിയിൽ അതാണ് സാമ്പിൾ വെടിക്കെട്ട് പോലെ കണ്ടാൽ മതി. ഇനി വരാൻ പോകുന്ന വെടിക്കെട്ടിനെ മുമ്പ് സാമ്പിളായിട്ട് കൂട്ടിയാൽ മതി. അതെ. അതായത് എന്തൊരു ഭയങ്കര എന്താ പറയുക, ഇവിടെയുള്ള മുഴുവൻ നമ്മുടെ കണ്ണുകളിലേക്ക് ആനയുടെ മസ്തകമൊക്കെ കണ്ടാലാണ് കൃത്യമായി മനസ്സിലാക്കാൻ മനസ്സിലാവാനിട്ടാണ്. അവിടെയുള്ള ആളുകൾക്ക് മുഴുവൻ മനസ്സിലായത് രാമനല്ലെന്ന്. അതുകൊണ്ട് അവരൊരു ആനയുടെ പടം എടുത്തു എന്നുള്ള മട്ടിൽ നിന്നതാ. ഈ മോഹൻലാൽ വരും എന്ന് പറഞ്ഞ മറ്റേ സിനിമയിലെ ഡയലോഗ് ഉണ്ടല്ലോ, കോട്ടയം കുഞ്ഞിച്ചന്റെ ഡയലോഗ്. ചെറുതായി ജോഷി ചതിച്ചാശാനെ എന്ന് പറഞ്ഞ് തുടരുന്നോ? ഇനി ഒന്നും നോക്കണ്ട. നല്ലത് ഇടവേള എടുക്കുകയാണ്. പാലക്കാടുകാരെ ആനപ്രേമിയായ ശ്രീജ ശ്യാമിന് മനസ്സിലായോ എന്തോ രാമനല്ലായിരുന്നു എന്ന്? എനിക്ക് സത്യം പറയാലോ, എനിക്ക് ഇങ്ങനെ കണ്ടാൽ, ഈ ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞു കണ്ടാൽ എനിക്ക് മനസ്സിലാവില്ല. ശരി. ജാമ്യം സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ ഇനി ഒരു ഇടവേളയ്ക്ക് പെട്ടെന്ന് പോകണം. ഉടൻ തന്നെ രാമൻ വരും. രാമന്റെ ആളുകളോട് ധനേഷ് വിളിച്ച് ചോദിച്ചിരുന്നു. രാമൻ വൈകാതെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇല്ലേ? എത്ര സമയം എടുക്കും? ഈ കൊട്ടിന്റെ അവിടെ കയറുന്നോണ്ടിരിക്കുകയാണ്. അതായത് ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു. ഇടവേള വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. ആക്ഷൻ ടെസ്റ്റിയുടെ നിൽക്കുമ്പോൾ ആനയെ മാത്രം ശ്രദ്ധിക്കുമ്പോൾ എന്താണോ ചുറ്റും നടക്കുന്നത്. അതായത് ഇവിടെ വരുന്ന സമയത്ത് ശ്രീജ നേരത്തെ പറഞ്ഞത് ശരിയാണ്. തനേഷ് നേരത്തെ പറയുന്നുണ്ടായിരുന്നു, രാമൻ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഈ ജനം ഒന്നാകെ രാമൻ എന്ന് വിളിക്കുമെന്ന്. ചിലരൊക്കെ വിളിച്ചിരുന്നു, അതായത് അത് കാണാത്തവര് വിളിച്ചിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു വലിയ ആരവമായിട്ട് വന്നിട്ടില്ല. രാമൻ അത് ആ ഒരു ആംബിയൻസ് തന്നെ നമുക്ക് കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഫീലിംഗ് ആയിരിക്കും. മുന്നിലുള്ളവർ തിരിച്ചറിഞ്ഞിരുന്നു അത് രാമനല്ല. കാരണം നമ്മൾ പെട്ടെന്ന് രാമനല്ല പറയാം, കാരണം ചെവി കാണുന്ന നമുക്കറിയാം. രാമന്റെ ഓരോ സൈഡ് കാണും പെട്ടെന്ന് അറിയാം. പെട്ടെന്ന്
രാമനല്ല എന്നാണ് പെട്ടെന്ന് പറഞ്ഞത്. അതായത് മുന്നിൽ നിൽക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ കുറച്ച് പിന്നിലായതുകൊണ്ട്. കാരണം പൂരപ്രേമികളും രാമന്റെ ആരാധകരും എല്ലാം നമ്മളെ പിന്നിലാക്കി കഴിഞ്ഞാൽ അവർ ഏറ്റവും മുന്നിൽ നിൽക്കുകയാണ് മൊബൈൽ ക്യാമറകളൊക്കെ ആയിട്ട്. ശ്രീത്തെ പറ്റിപ്പോയി, നമ്മൾ ന്യായീകരിച്ചിട്ട് കാര്യമില്ല, കയ്യിൽ പോയി. ഇനി വല്ലാതെ ഉരുളണ്ട. പിന്നെ നമുക്കാണോ? ഞാൻ അപ്പളേ പറഞ്ഞത് രാമനല്ല എന്ന് ഞാൻ പറഞ്ഞത്. ധനേഷ് പറയുന്നത് കേട്ടാ മതി തൽക്കാലം. ഇതിൽ സന്തോഷം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കൊരു പണി കിട്ടും. ഇത് നോക്കട്ടെ, രാമൻ വരും. ഇതിന് ആവേശം യു കണ്ടിന്യൂ. അതായത് രാമൻ നമുക്ക് വേറെ എന്താ പറയാ റിപ്പോർട്ടിംഗ് ഒരു ആവശ്യമില്ല. ആ ആംബിയൻസ് കൂടി മാത്രം കൊടുത്താൽ മതി. രാമൻ 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 എന്നുള്ള സ്ഥാനം കേൾക്കുമ്പോൾ അതന്നെ ഭയങ്കര ഫീൽ ആയിരിക്കും. അത് രാമൻ വരുമ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ആ ഫീൽ കിട്ടും. കാരണം വീട്ടിൽ ടിവിയിൽ കണ്ടാലും മതി, നമുക്ക് ആ ഒരു രോമാഞ്ചം കൃത്യമായിട്ട് സാധനം ഉണ്ടാവില്ലേ. തീർച്ചയായും ഇനി ധനേഷ് പറയുന്ന പോലെ ചെയ്യാം. എന്തായാലും കാത്തിരിപ്പ് തുടരുകയാണ്. ഇതിനുള്ളിലേക്ക് കയറി എന്ന് ധനേഷ് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ശ്രീജ പറഞ്ഞു. ഈ തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ വീടുകളിലെ മിക്കവാറും ആനപ്രേമികളുടെ വീട്ടിലൊക്കെ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രന്റെ ഒരു പോസ്റ്ററെങ്കിലും ഇല്ലാതിരിക്കില്ല. അതുകൊണ്ട് അവർക്ക് ചെവി കണ്ടാൽ അറിയാം, തുമ്പിക്കൈ കണ്ടാൽ അറിയാം. നമ്മളെ പോലെയുള്ള കുറച്ചു പേർക്ക് അറിയാത്തത് ഒരു കുറ്റമല്ല. പക്ഷേ രാമൻ ഫാൻസിന് എന്തായാലും ഒരു അനക്കം കണ്ടാൽ വരെ അറിയാം. ആ അനക്കത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ. ഇനി എന്തായാലും പറ്റിപ്പോയ സ്ഥിതിക്ക് രാമ വരണേന് മുന്നേ ഞാനൊരു ചെറിയ ബ്രേക്ക് എടുക്കാം, പെട്ടെന്ന് വരാം. ശരി, ഓക്കെ.